എൻ്റെ സാരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മിലനിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ സാരി ഉടുത്തിട്ട് കാണിച്ചതിന് പറ്റിക്കുവാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആ സാരി വേറൊരാളെ കൊണ്ട് ഓൺലൈനിൽ വാങ്ങിപ്പിച്ചു. സെയിൽസ് ഗേൾസ് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഒരാളെ അങ്ങനെ അടിച്ചേൽപ്പിക്കുക ഒരു സിസ്റ്റമേ എൻ്റെ കടയിലില്ല. അമ്മ ബ്രൈഡ് ഉടുക്കുന്നതിൻ്റെ മേലെ ഒരു സാരിയാണോ ഉടുക്കേണ്ടത്? അതിനുള്ളൊരു കോമൺ സെൻസ് നിങ്ങൾക്ക് വേണം. അമ്മ ഉടുക്കേണ്ടത് അതിൽ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു സാരിയല്ലേ. അവിടെ സെയിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം കസ്റ്റമർ എത്ര പേര് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോയിട്ടുണ്ട്, എന്ത് പ്രോഡക്റ്റാണ് നമുക്ക് ഉള്ളത്, അല്ലെ ഇനി എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. കാഞ്ചീപുരം ഒക്കെ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഭയങ്കര ചെറിയ വിലയിൽ, അത് മിലനിലെ തന്നെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇവനല്ലേ അവൻ എന്ന് തോന്നുന്ന പോലത്തെ സാധനങ്ങൾ പോകുന്നുണ്ട്. ഇത് മിലനി 12,000 രൂപയുടെ സാരിയാണ്. ഇത് വെറുതെ 2,000 രൂപ 1,500 രൂപയ്ക്ക് കിട്ടുന്നു എന്ന് പറയുമ്പം ദിൽ ബൈ. അവർ നമ്മുടെ മിലൻ്റെ സാരി കണ്ടിട്ടുണ്ടാവില്ല. വില ഉള്ള പ്രോഡക്റ്റും ഉണ്ട്, വില കുറഞ്ഞ പ്രോഡക്റ്റും ഉണ്ട്. വിലയുള്ള പ്രോഡക്റ്റിനെ വില കൂട്ടിയതാണെന്ന് പറയരുത്. കേരളത്തിൻ്റെ ഫാഷൻ ഇൻഡസ്ട്രി റീഡിഫൈൻ ചെയ്ത ഒരാളാണ് എൻ്റെ കൂടെയുള്ളത്. വുമൺ ഓൺട്രപ്രണർ എന്ന് പലരും ഈ ആളെക്കുറിച്ച് പറയാറുണ്ടെങ്കിലും ഇവരുടെ യാത്ര ആദ്യ ദിവസം തൊട്ട് കണ്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് ഐ വുഡ് സേ ഓൺട്രപ്രണർ. സ്വന്തം നിലയിൽ എല്ലാത്തിലെയും റീഡിഫൈൻ ചെയ്ത് സ്വന്തമായൊരു ലെഗസി ക്രിയേറ്റ് ചെയ്ത ഒരാളാണ്. മിലൻ എന്ന് പറയുമ്പോൾ ഈ ഒരു മുഖവും ഈ ഒരു പേരുമാണ് ഇത്രയധികം ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത്. വെൽക്കം മാം. താങ്ക് യു സോ മച്ച്. ഞാനിപ്പോൾ പറഞ്ഞു റീഡിഫൈൻ ചെയ്തു എന്ന്. ഞാനത് പറയാനൊരു റീസണുണ്ട്. മിലൻ എറണാകുളത്തേക്ക് വരുന്നു. അതിന് മുന്നത്തെ കഥകൾ നമുക്കറിയാം. അതായത് ഫിസിക്സ് പഠിച്ച് MCA പഠിച്ച് വിദേശത്തൊരു ജോലി ആയിരിക്കാം എന്ന് വിചാരിച്ച ഒരാൾ ഒരു ബിസിനസ് ഫാമിലിയിലേക്ക് വരുന്നു. അവിടെ ടെക്സ്റ്റൈൽസ് ഉണ്ട്. അതിൽ നിന്നും വന്നിട്ട് സ്വന്തമായൊരു സ്റ്റെപ്പ് എടുത്ത് എക്സിബിഷൻസിലൂടെ പോയി ഇതല്ല, ഐ ക്യാൻ ഡു ബെറ്റർ, ഐ ക്യാൻ ക്രിയേറ്റ് എ ലെഗസി എന്ന് തീരുമാനിച്ച് എറണാകുളത്തേക്ക് വരുന്നു. അതെ അല്ലേ. അവിടെ വന്നു കഴിഞ്ഞ് ഈ മിലൻ തുടങ്ങുന്ന സമയം തൊട്ടിങ്ങോട്ട് വരുമ്പോൾ ഞാനിതിൻ്റെ വളർച്ച കണ്ടിട്ടുണ്ട്. അന്ന് ഒരുപാട് പേര് മിലനിൽ ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് പറയുമ്പോൾ മിലൻ എന്താ അങ്ങനെയാണ് പറയുന്നത്. മിലൻ കോൺവെന്റ് ജംഗ്ഷനിൽ ഒരു കട വന്നിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന സാധാരണ സാധനങ്ങളല്ലാത്ത സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് താങ്കൾ കാണിച്ച അതിൽ നിന്നാണ് ഇന്ന് മിലൻ ഒരു വലിയ സാമ്രാജ്യമായി മാറിയത്. ആ സ്പാർക്ക് എവിടെ നിന്നാണ് വന്നത്? ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡിൻ്റെ കൂടെ ബിസിനസ്സിലായിരുന്നു. അപ്പോൾ ഞാൻ നോർമൽ നമ്മുടെ ഡ്രസ്സസ് അല്ലാതെ, ഔട്ട്ഫിറ്റ്സ് അല്ലാതെ ഒരു കുറച്ചും കൂടി സംതിങ് ഡിസൈൻഡ് പ്രോഡക്റ്റ്സ് ഇടാനാണ് എനിക്കിഷ്ടം. എനിക്ക് ഫാഷൻ പണ്ട് പോലെ ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് തോന്നിയത് എറണാകുളമാണ് കുറച്ചും കൂടി ഫാഷനിൽ മുന്നേ നിൽക്കുന്നതും ആൾക്കാർക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സാധനത്തിനെക്കുറിച്ച്, പ്രോഡക്റ്റിനെക്കുറിച്ച് നല്ല നോളജുള്ള ആൾക്കാരും എറണാകുളമാണെന്ന് തോന്നി. അങ്ങനെ ആണ് ഞാൻ എറണാകുളത്തേക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത്. എറണാകുളം കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ ഒരു സ്റ്റോർ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചത്. അതായത് സാധാരണ റെഗുലർ ആവറേജ് ആൾക്കാർക്കും കൂടെ ആക്സസിബിൾ ആവണം. എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണം, ബൊട്ടിക് സ്റ്റൈലായിരിക്കണം, കൊമേർഷ്യൽ സ്റ്റോറുകളിൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആയിരിക്കരുതെന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. ഇത് ചെറുപ്പത്തിൽ തുടങ്ങിയതാണോ? അതായത് ഞാൻ ചെയ്യുമ്പോൾ അത് വ്യത്യസ്തമായിരിക്കണം എന്നുള്ള ചിന്ത ചെറുപ്പത്തിൽ തുടങ്ങിയത്. ആക്ച്വലി എനിക്കത് പറയുന്നതിനകത്തൊരു ബുദ്ധിമുട്ടില്ല. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ടൗൺ കോട്ടയാണ്, എൻ്റെ വീട് റാന്നിയാണ്. അപ്പം ഞങ്ങളുടെ ടൗൺ കോട്ടയാണ് എന്ന് വെച്ചാൽ നമുക്ക് നല്ല സാരീസ്, നല്ല ഡ്രസ്സ് കിട്ടുന്നത് കോട്ടയത്തല്ലേ. അപ്പം നോർമലി ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ പോയിട്ട് ഫാബ്രിക്കുകൾ വാങ്ങിക്കുക ചെയ്യുന്നത്. അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഫാബ്രിക് എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽക്ക് അല്ലെങ്കിൽ പ്യുവർ സൗത്ത് കോട്ടൺസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെ ഉള്ളൂ. പ്രിൻറ്റ്സ് പോലും വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ വന്ന്, ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ടൈലറുണ്ട്, ഒരു ലേഡി ടൈലർ. ആ പുള്ളിക്കാരത്തിനെ എൻ്റെ മദർ വീട്ടിലേക്ക് വിളിക്കും. വീട്ടിൽ വന്നിരുന്ന് വേണം അവർ തയ്ക്കാൻ. ഞങ്ങൾ 3 ഗേൾസാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഉള്ള ഡ്രസ്സ് തയ്ക്കുമ്പം ഞാൻ എൻ്റെ സിസ്റ്റർ, എൻ്റെ നേരെ മൂത്ത സിസ്റ്റർ 5 വയസ്സ് ഞങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു +1 +2 കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് ഡ്രസ്സ് തയ്ക്കുമ്പം ഞാനും കൂടെ പോയിരിക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഇങ്ങനെ കൗൾ നെക്ക് ടോപ്പ് എങ്ങനെ തയ്ക്കാം അത് അവർക്കറിയത്തില്ല. അവർക്ക് കൗൾ നെക്കെന്നും അറിയത്തില്ല. നമ്മളിങ്ങനെ ചുരുക്കിട്ട് നെക്കയിൽ ഇങ്ങനെ ചുരുക്ക് വരണം, അന്ന് വരച്ചു പോലും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവാത്തപ്പോൾ ഞാനിങ്ങനെ തുണിയെടുത്ത് ഇങ്ങനെ ബാക്ക് പീസ് കറക്റ്റായിട്ട് വരണം, ഫ്രണ്ട് പീസ് കുറച്ചും കൂടെ വീതിയിലെടുത്തിട്ട് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യണം, അപ്പം ഫ്രണ്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലാണ് വരേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവരെനിക്ക് അങ്ങനെ അവരുടെ ഐഡിയയിൽ ഒരു ഡ്രസ്സൊക്കെ തയ്ച്ച് തരുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. സോ അവിടെ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ ഡിസൈനിങ് എന്ന് പറയുന്നത്. മേ ബി എനിക്ക് സ്റ്റിച്ചിങ് ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു, അന്നും അറിയത്തില്ല, ഇന്നും വലിയ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഐ ക്യാൻ വിഷ്വലൈസ് ഇതെങ്ങനെ ഇടാൻ പറ്റും,
എങ്ങനെ പ്രോഡക്റ്റ് എങ്ങനെ ഇത് ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ മേക്ക് ചെയ്യണമെങ്കിൽ അതിനെ എങ്ങനെയൊക്കെ വരണം അതിൻ്റെ കട്ട് ആൻഡ് ഇതെന്നുള്ളത് എനിക്കൊരു പാറ്റേൺ മേക്കിംഗ് പാറ്റേൺ ഇപ്പോഴും മേക്ക് ചെയ്യാനൊന്നും എനിക്കറിയില്ല, പക്ഷേ ഐ ക്യാൻ വിഷ്വലൈസ് ആൻഡ് ഐ ക്യാൻ ടീച്ച് ദം. ഇപ്പോഴും എൻ്റെ മാസ്റ്റേഴ്സിനോട് ഞാൻ ഒരു പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ അത് മാനിക്യൂറിലിട്ടിട്ട് എങ്ങനെ വന്നാൽ ഇത് വരും എന്ന് ഞാൻ തന്നെ ചിലപ്പം പിൻ ചെയ്ത് കാണിച്ചു കൊടുക്കും. പിന്നെ അവരുടെ ജോലിയാണ്, അതിനല്ലേ നമ്മൾ സാലറി കൊടുക്കുന്നത്, അവരുടെ ജോലിയാണ് അവരത് ചെയ്യുക എന്നുള്ളത്. അതെനിക്ക് തയ്ച്ച് കിട്ടണം എന്ന് പറയും. അപ്പോൾ എങ്ങനെയെങ്കിലും അവരത് തയ്ച്ച്, അറിയത്തില്ലെങ്കിൽ അവരത് പഠിച്ച് തയ്ച്ച് തരും. അതാണ് അങ്ങനെ ഒരു പാഷൻ ഉള്ളത് കൊണ്ടാണ് എനിക്കൊന്നും ഇങ്ങനെ ഇവിടെ എത്താൻ പറ്റുക. അത് എവിടെ നിന്ന് എന്തൊക്കെ സോഴ്സ് ചെയ്യണം, എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത് കംപ്ലീറ്റ്ലി എനിക്കറിയാം. ഞാൻ പർച്ചേസിന് പോയി, മനുഷ്യനോട് ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ പർച്ചേസിന് പോയി എല്ലാം പഠിച്ചിട്ടുണ്ട്. അതായത് കൽക്കട്ടയിലൊരു സ്ഥലമുണ്ട്, മേറ്റിയ ബ്രൂസ് എന്നൊക്കെ പറഞ്ഞ സ്ഥലം. അതെന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് സ്ഥലം. അതായത് പ്രോഡക്റ്റുകൾ വന്നിട്ട് അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ഷോളൊക്കെ ഇട്ടിങ്ങനെ തലയിൽ മൂടി, ഞാനൊരു ലേഡി അല്ല, ഞാൻ മാത്രമേ ഉള്ളവരുള്ളൂ അല്ല എന്നുള്ള രീതിയിൽ ഞാൻ ആൾമറാട്ടം നടത്തി പോയിട്ടുണ്ട് പ്രോഡക്റ്റ് എടുക്കാൻ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെ സോഴ്സിങ് ഒക്കെ. അവിടെ നിന്ന് വെള്ളം പോലും കുടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഇത്. ഇപ്പോൾ അതൊക്കെ ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അതായത് ബേസ് 30 രൂപയ്ക്ക് ഫ്രോക്ക് കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റില്ല, അതുപോലത്തെ സ്ഥലം. അപ്പോൾ അവിടെ മുതൽ എനിക്ക് ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളും ഓൾമോസ്റ്റ് എവരിവെയർ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് എന്തൊക്കെ കിട്ടും, അതിനെ നമുക്ക് എങ്ങനെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് ചെയ്യുക, അങ്ങനെ ഞാൻ പഠിച്ചു ബേസിക്. എനിക്ക് കൂടുതലും ഫാബ്രിക്കിനെ കുറിച്ചായിരുന്നു അറിയാവുന്നത്, ഫാബ്രിക്സിനെ കുറിച്ചായിരുന്നു അറിയാമായിരുന്നത്. അങ്ങനെയാണ് നമ്മൾ കൂത്താട്ടുകുളത്ത് ആ ഫാബ്രിക്, ആ മെറ്റീരിയലുകൾ വിൽക്കാതായപ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ എടുത്ത ട്രിവാൻഡ്രത്ത്. അത് ഭയങ്കര സൂപ്പർ ഹിറ്റ് സെയിലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നോ, ഐ ഹാവ് ടു മൂവ്. സോ കോട്ടയം പോയി, എറണാകുളം വന്നപ്പോൾ എറണാകുളത്താണ് കുറച്ചും കൂടി. ട്രിവാൻഡ്രത്ത് സെയിൽ ഭയങ്കര നന്നായിട്ട് നടന്നു, പക്ഷേ എനിക്ക് വൈബ് കിട്ടിയില്ല, ആ ഫാഷൻ വൈബ് അവിടെ നിന്ന് കിട്ടിയില്ല. നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കുമ്പം ഇത് നല്ലതാണ് എന്ന് പറയുമ്പോൾ അത് വിൽക്കുന്നതിനേക്കാളും ആ കേൾക്കുന്നതാണ് എനിക്കിഷ്ടം. ഇത് ഭയങ്കര നല്ല ഡിഫറെൻ്റ് ആണല്ലോ എന്ന് പറയുന്ന ആ വൈബ് ഉണ്ടല്ലോ, അതാണ് നമ്മളെ ബൂസ്റ്റ് ചെയ്തത്. അപ്പം എറണാകുളം വന്നപ്പം കുറച്ച് പേര് പറയും, കുറച്ച് പേര് പറയാതെ പോകും, പക്ഷെ പറയുന്നവർക്ക് നമുക്ക് ജെന്വിനാലിറ്റി മനസ്സിലാവും. സോ അപ്പോൾ എനിക്ക് മനസ്സിലായി, ദിസ് ഈസ് മൈ ടൗൺ, എറണാകുളം തന്നെ വരണം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ 2010 എറണാകുളത്ത് സ്റ്റോറ പ്ലാൻ ചെയ്യുന്നു. ഈ 2010 വന്നിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ആദ്യത്തെ കുറച്ച് നാളത്തേക്ക് നമ്മൾ വിചാരിക്കണ പോലെ എക്സിബിഷൻ പോലെ ആൾ വരുമൊന്നുമല്ലല്ലോ. പക്ഷെ അതിനുശേഷം ആൾ വരുന്നു, അതിനുശേഷം MG റോഡിലോട്ട് വരുന്നു, മിലൻ വലുതാവുന്നു. ഈ കഥകളൊക്കെ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ കഴിവുണ്ട്, വീട്ടിൽ പൈസയുണ്ട്, ഭർത്താവിൻ്റെ സപ്പോർട്ടുണ്ട്, ഫിനാൻഷ്യലി പ്രശ്നങ്ങളില്ലായിരുന്നു എന്നുള്ളൊരു കഥയാണ് പുറത്തുനിന്ന് നോക്കുന്ന ഏതൊരാൾക്കും മിലൻ എന്ന് പറയുമ്പോൾ തോന്നുക. പക്ഷേ ഒരമ്മ, മക്കളുണ്ട്, അവരുടെ കാര്യങ്ങളുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്, ഈ ഒരു വൈഫ്, എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ നിന്നുകൊണ്ടാണ് ഈ ഡിസിഷൻസ് എടുക്കുന്നതും അതിലേക്ക് വരുന്നതും. സ്ട്രഗിൾ ഇല്ല എന്നുള്ള രീതിയിൽ പലരും, ഫോർ ഹർ, ഷേർലിക്ക് അത് ഈസി ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ശരിക്കും ഷേർലി റെജിമോൻ എന്ന് പറയുന്ന ആൾക്കത് ഈസി ആയിരുന്നോ? ഒരിക്കലുമല്ല. ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ ഡിപ്രഷനിൽ കൂടെ പോയിട്ടുണ്ട് സ്റ്റോർ തുറന്നിട്ട്. അതായത് എനിക്ക് ആദ്യം നമ്മുടെയൊക്കെ സ്വപ്നമല്ലേ, ഭയങ്കര സ്വപ്നം കണ്ടിട്ട് നമ്മൾ സ്റ്റോർ തുറക്കുന്നു. എൻ്റെ വിചാരം എക്സിബിഷനിൽ എന്നും ഡേ 1 ആൾ വരുന്ന പോലെ തന്നെ ആളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. എറണാകുളംകാർ എത്ര വന്നാലും 10 ദിവസത്തേക്കുള്ളിൽ വരികയില്ലല്ലോ എക്സിബിഷന്. ആദ്യത്തെ ഒരു 1 മന്ത് അതേപോലെ തിരക്കായിരുന്നു. 1 മന്ത് കഴിഞ്ഞപ്പം സ്ലോ ആകാൻ തുടങ്ങി. ഒരു 2 മന്ത്സ് കഴിഞ്ഞപ്പോൾ പിന്നെ സ്ലോ ആയി. 3rd മന്ത് പിന്നെ സ്ലോ ആയി. 4th മന്ത് പിന്നെ സ്ലോ ആയപ്പോൾ ഞാനൊരു ചെറിയ ഡിപ്രഷനിലേക്ക് പോയി. എനിക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. പക്ഷേ ഞാൻ ഡിപ്രസ്ഡ് ആയാൽ അതിലും വലിയ ഡിപ്രസ്ഡ് ആവും എൻ്റെ ഹസ്ബൻഡും മക്കളും. സോ അവരോട് അത് പറയാതെ, ഹസ്ബൻഡിനോട് പറയും, പക്ഷേ ഹി കാൺ ഡു എനിത്തിങ്. മീൻസ് ഞാനാണ് ഇത് വെച്ചത്. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായത് ഞാൻ റൂട്ട് മാറ്റി പിടിക്കണം. സോ പബ്ലിസിറ്റി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മൗത്ത് പബ്ലിസിറ്റിയിൽ കൂടെ വളരണം എന്നായിരുന്നു എനിക്ക്. നമ്മൾ പൈസ എക്സ്പെൻസ് ഇല്ലാതെ മൗത്ത് പബ്ലിസിറ്റി കൂടെ തന്നെയാണ് ഇത്രയും നാൾ ബിസിനസ് വന്നത്. പക്ഷേ ഇനി അതിനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം. അഡ്വർടൈസ്മെൻറ്റ് അന്നത്തെ കാലത്ത് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. പിന്നെ TV-യിൽ എന്തെങ്കിലും ഒരു ഷോ വരണം. അങ്ങനെയാണ് ഞാനൊരു സൂര്യ TV-യിൽ ഒരാൾ, സൂര്യ ടിവിയുടെ അന്നത്തെ എന്തോ ഒരു ഫാഷൻ ഷോയുടെ പ്രൊഡ്യൂസർ, എനിക്കൊന്നു അവർ വന്നിങ്ങനെ ഞാനോട് സംസാരിച്ച് നമുക്കൊരു ഷോ ചെയ്താലോ എവറി വീക്ക് എന്നല്ല, ഒരു വീക്ക്, വീക്കിലി ഒരു ദിവസം ഒരു ഷോ ചെയ്യാം എന്ന് പറയും.
അതവർ കംപ്ലീറ്റ്ലി എഗ്രി ചെയ്തൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ പ്രോഡക്റ്റ് കാണിക്കുന്നു, സംസാരിക്കുന്നു, ഇതുപോലെ ലൈറ്റുകളൊക്കെ വെച്ച്, ഇതിലും കൂടുതൽ ലൈറ്റ്, അന്നത്തെ ലൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ മുഖം പൊള്ളി പോകുന്ന ലൈറ്റാണ്. ലൈറ്റൊക്കെ വെച്ച് നമ്മൾ ഇങ്ങനെ കടയിൽ നിന്ന് സംസാരിച്ച് പ്രോഡക്റ്റ് കാണിച്ചു. ലേഡീസിനെ സംബന്ധിച്ച് സാരി കാണുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ ഏത് ഇവിടെ സോഷ്യൽ മീഡിയ വന്നതിന് മുന്നേ നമ്മൾ ഈ പരിപാടിയൊക്കെ തുടങ്ങിയ കഥയുണ്ടപ്പോ. അന്ന് തുടങ്ങിയതാണ്. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഞാൻ തന്നെയാണത് കാണിച്ചു തുടങ്ങിയത്. ഇത് നമ്മുടെ ദുപ്പട്ട, ഇത് നമ്മൾ മിക്സ് മാച്ച് ചെയ്യും, ഇതാണ് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞു. പണ്ടത്തെ അതിനകത്ത് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും. സൂര്യ ടി വിയിൽ ഒന്ന് അതിൻ്റെ പേര് ഞാൻ ഓർക്കുക, സിന്ദൂരം, അങ്ങനെ പേര്, അങ്ങനെയായിരുന്നു പേര്. അങ്ങനെ ഒരു വെനസ്ഡേയ്സ് വരുന്നൊരു സംഭവം. അപ്പോൾ അതൊരു 20 മിനിറ്റ്സിൻ്റെ ഒക്കെ ഒരു ഷോയാണ്. അപ്പോൾ അത് വന്നു. ഭയങ്കര ആൾക്കാർ ഭയങ്കര അഭിപ്രായം. ഇപ്പം ഇങ്ങനെ കാണാൻ പറ്റുമല്ലേ. ഇന്നെന്ന് പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങിയ യൂട്യൂബോ ഇൻസ്റ്റഗ്രാമോ എന്ത് തുറന്നാലും ഇത് തന്നെയല്ലേ വരുന്നത്. അന്നതില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് കാണിച്ചു. ഞാൻ എൻ്റെ ബോഡിയിൽ വെച്ച് തന്നെ സാരി വെച്ച് കാണിക്കുന്നു. എന്നിട്ട് വേറെ സാരി അപ്പം തന്നെ കളേഴ്സ് കുട്ടികൾ കാണിക്കുന്നു. ഇപ്പം എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അന്ന് ചെയ്ത 2010 അങ്ങനെ ഫസ്റ്റ് ടൈം ചെയ്തു. പിന്നെ അവർ പോയി. പിന്നെ അവർ വേറെ സ്റ്റോറുകൾ തപ്പി പോകുമല്ലോ. അപ്പം അവർ നോക്കി. പിന്നെ അത് എനിക്കൊന്ന് തേർഡ് വീക്ക് പിന്നെ അവർ വിളിക്കുന്നു, നമുക്കൊന്നും കൂടെ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ചെയ്യാം. പിന്നെ ഞാൻ ചെയ്യുന്നു. അപ്പോൾ ആൾക്കാർ വന്നു തുടങ്ങി, കേട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, റേറ്റിംഗ് നിങ്ങളുടെ സ്റ്റോറിയിൽ നിന്നാണ് റേറ്റിംഗ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് മേലെ നിന്ന് എനിക്കൊന്ന് ചെന്നൈയിൽ നിന്നാണ് തോന്നുന്നു. ചെന്നൈയിൽ നിന്ന് മിലൻ പോയി ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. സോ അത് ശരിക്കും ഒരു അത്ഭുത മിറക്കിളായിരുന്നു. അവിടെ ഒരു ചേഞ്ചാണ്. നമ്മൾ വിഷമിച്ചതിൻ്റെയും നമ്മൾ ഹാർഡ് വർക്ക്, ഞാനിപ്പോഴും അങ്ങനെ വിശ്വസിക്കും, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനൊക്കെ ഒരു ദൈവം തന്ന ഗിഫ്റ്റ് പോലെ എനിക്ക് തോന്നി ആ ഫോൺ കോൾ, അല്ലെങ്കിൽ അവർക്കൊരു ഇൻസ്ട്രക്ഷൻ വന്നത്. സോ ദെൻ വി സ്റ്റാർട്ടഡ് കീപ്പ് ഓൺ ഡൂയിങ്. 1 ഇയർ കംപ്ലീറ്റ്ലി നമ്മളുടെ ഷോ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ മാറ്റി വേറെ ആരുടെയും അവരിടയ്ക്ക് പോയി ഒന്ന് എടുക്കും, ഏതെങ്കിലും ഒരു സ്റ്റോറിൻ്റെ. അപ്പം തന്നെ റേറ്റിംഗ് താഴത്തേക്ക് പോകും. അപ്പോൾ പിന്നെയും വരും. പിന്നെ അങ്ങനെയായി ഞാൻ അവസാനം എനിക്ക് കടയിൽ ബിസിനസ് കൂടി, ആൾക്കാർ വരാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് ഭയങ്കര ആൾക്കാരായി. എനിക്ക് പിന്നെ എൻ്റെ സ്റ്റോറിൽ നിന്നുകൊണ്ട് ഇത് പറയാൻ പറ്റാത്തൊരവസ്ഥയായി. എന്ന് വെച്ചാൽ ഒരു ഏരിയ അങ്ങ് തീരുക. നമുക്ക് അന്നേരം 3500 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. ഒരു ഏരിയയിൽ ഫുൾ ലൈറ്റും സെറ്റപ്പും എല്ലാം വരും. ആ ഏരിയയിലെ ബിസിനസ് ഡാമേജ് ആവും. അങ്ങനെ ആയപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് പുറത്ത് എവിടെയെങ്കിലും സ്റ്റുഡിയോയിൽ വെച്ച് ചെയ്യാം ഇനിയെന്ന് പറഞ്ഞു. പക്ഷെ സ്റ്റുഡിയോ വർക്കൗട്ട് ആയില്ല. ആൾക്കാർക്ക് കട തന്നെ കാണണം. അതെ, ചുറ്റും നടക്കുന്ന ആൾക്കാരും സാരിയൊക്കെ കാണും. അങ്ങനെയാണ്. അപ്പോഴത്തേനും നമുക്ക് മൂവ് ചെയ്യേണ്ട സമയം എന്ന് വെച്ചാൽ ബിൽഡിങ്ങിനകത്ത് നമുക്ക് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ ആൾക്കാരായി. അങ്ങനെയാണ് ഞങ്ങൾ MG റോഡിലേക്ക് 2014 വരുന്നത്. അതാണ് കഥ. MG റോഡിലോട്ട് വരുന്നു എന്ന് പറയുമ്പം ഇത് രസകരമായൊരു സമയമാണ്. ഞാനിത് ഓർക്കാനുള്ള റീസൺ, എൻ്റെ തലയിലേക്ക് മിലൻ അടിച്ചു കയറുന്നത് ഞങ്ങൾ MG റോട്ടിൽ വരുമ്പോഴാണ്. കാരണം 2013 മെട്രോ വരുന്നു. മെട്രോയുടെ പണികൾ തുടങ്ങുന്നു, ചർച്ചകൾ വരുന്നു, MG റോഡിൽ ബിസിനസ്സുള്ള എല്ലാവർക്കും പേടികൾ വരുന്നു, പലതും പറയുന്നു. നിങ്ങളന്ന് ചെയ്ത അഡ്വർടൈസ്മെൻ്റാണ് മിലൻ എൻ്റെ തലയിലോട്ട് കയറ്റിയത്. കാരണം എല്ലാവരും മെട്രോയെ ഒരു നാശമായും അല്ലെങ്കിൽ എല്ലാം നശിക്കുന്നതായും കണ്ടപ്പോൾ അന്ന് മിലൻ കൊണ്ടുവന്ന അതിൻ്റെ ആ കൂടെ നിൽക്കുന്ന മോഡൽസ്, മെട്രോയും മിലനും ഒന്നായി മാറിയ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് അന്ന് കൊണ്ടുവന്നത്. അതെ, ഇത് വന്നപ്പോഴാണ് ഇതേതാണ് കട എന്ന് അതുവരെ കേൾക്കാതിരുന്നവർ പോലും ചോദിച്ചത്. ഈ ഐഡിയ, അതായത് എല്ലാവരും MG റൂട്ടിൽ പോവല്ലേ ഷേർലി എന്ന് പറഞ്ഞ സമയത്ത് അവിടെ വരുന്നു, ഐഡിയ മെട്രോയുമായി ചേർന്ന് എൻ്റെ കട ഉണ്ടാക്കുന്നു. ഇത് എവിടെ നിന്ന്, ഏത് തല ഐഡിയ അല്ല ഇത്. ഞാൻ പ്രാക്ടീസ് ചെയ്തൊരു കാര്യമാണ്. ഞാനിങ്ങനെ ഡൽഹി മെട്രോയുടെ പണി, അതിനൊക്കെ മുന്നേ ആണല്ലോ ഡൽഹി മെട്രോ. എനിക്ക് പ്രോഡക്റ്റ് എടുക്കാനായിട്ട് ഞാൻ പോകുമ്പോൾ ഡൽഹി മെട്രോയുടെ വർക്ക് നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, എനിക്ക് കാറ് കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടക്കണം, കിലോമീറ്ററുകൾ നടക്കണം, 2-3 കിലോമീറ്ററൊക്കെ നടന്ന് ചാടിക്കടന്ന് ഒക്കെ വേണം എനിക്ക് പ്രോഡക്റ്റ് നല്ലത് കിട്ടേണ്ടിടത്ത് എത്തണമെങ്കിൽ. സോ അതെന്നെ സ്ട്രൈക്ക് ചെയ്തു. മെട്രോ അല്ല, എന്തുണ്ടെങ്കിലും നമുക്കൊരു പ്രോഡക്റ്റ് നല്ലത് കിട്ടുമെങ്കിൽ സ്ത്രീകൾ അവിടെ എത്തും, അല്ലെ ആൾക്കാർ അവിടെ എത്തും. അവർക്ക് നല്ല പ്രോഡക്റ്റ് നല്ല വിലയിൽ കിട്ടുമെങ്കിൽ നമ്മളെത്തും. അതെനിക്ക് 100% കോൺഫിഡൻറ്റാണ്. ബിക്കോസ് ഞാൻ ആ ട്രാക്കിൽ കൂടെ ട്രാവൽ ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മെട്രോ വന്നോട്ടെ, മെട്രോയുടെ പണി അതെല്ലാം നടക്കട്ടെ, ആൾക്കാർക്ക് നടന്നു വരാമല്ലോ. ഈവൻ ദേ ക്യാൻ കം ബൈ ഓട്ടോ ഓർ ദേ ക്യാൻ കം ബൈ കാർ. എന്നിട്ട് അവിടെ അപ്പറേ ഫുൾ ആൾക്കാരിങ്ങനെ ഷോപ്പിംഗ് ഏരിയ ആവണമെന്ന് നിർബന്ധമില്ല. സോ അത് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് 100% ഷുവറായിരുന്നു, ഹസ്ബൻഡിനും ഷുവറായിരുന്നു. എൻ്റെ ഫാദർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് തിങ്ക് ചെയ്യ്,
നിങ്ങൾ രണ്ടുപേർക്കും ഓക്കെ, നിങ്ങൾ രണ്ടുപേരും കോൺഫിഡൻ്റ് ആണെങ്കിൽ തിരിഞ്ഞു നോക്കണ്ട, യു ക്യാൻ ഡു ദാറ്റ്. അങ്ങനെയാണ് ഞങ്ങൾ ആ ബിൽഡിംഗ്, നല്ല ബിൽഡിംഗ് ആണ്. അപ്പോൾ വന്ന് അപ്പം കണ്ട് ഇഷ്ടപ്പെട്ട് അതങ്ങനെ ഫൈനലൈസ് ചെയ്തത്. ഈ ബിൽഡിങ് ഫൈനലൈസ് ചെയ്യുന്നു, കട വരുന്നു. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു പൊക്ലൈൻ്റെ ഒക്കെ ചാരി നിന്ന മോഡലിനെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. സാരിയൊക്കെ വെച്ചിട്ട് വന്ന ഒരു മാർക്കറ്റിംഗ്. അതെ, ആ മെട്രോയുടെ പ്രൊക്ലൈൻ ഇങ്ങനെ മെട്രോയുടെ ആ കുഴിയൊക്കെ എടുക്കുകയും കല്ലൊക്കെ ഇടുകയും സമയത്ത് പ്രൊക്ലൈൻ വെച്ചിട്ട് അതിന് മാച്ചിങ് ആയിട്ടൊരു ആഡ് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഏജൻസി അതുപോലെ തന്നെ വർക്ക് ചെയ്തത് നമ്മുടെ കൂടെ. അപ്പം ആഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പ്രൊക്ലൈൻ വെച്ചിട്ട് തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ പ്രൊക്ലൈനിൽ നമ്മുടെ ഡ്രസ്സ് ഇട്ട് പ്രൊക്ലൈനിൽ കയറി നിന്നിട്ട് അന്ന് ക്യാപ്ഷൻ എന്തോ ലുക്കിംഗ് ബ്രൈറ്റർ ഫ്യൂച്ചർ എന്നോ അന്നെന്തോ അതുപോലത്തെ ഒരു നല്ല ഒരു ക്യാപ്ഷനാണ് നമ്മൾ കൊടുത്തത്. എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വരാൻ നല്ല ഫ്യൂച്ചർന്ന്. ഇത് നമ്മൾ അത് നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ അത്രയൊന്നും താമസിക്കേണ്ടി വന്നില്ല. ഷോപ്പ് തുറന്നതേ നല്ല സൂപ്പർ ഹിറ്റായിട്ടാണ് പോയത് മിലനിലേക്ക് വരുന്നു. ഇപ്പം മിലൻ വന്നു കഴിയുമ്പം അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, അന്ന് വരെ ഉണ്ടായിരുന്ന ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ശരിക്കും പറഞ്ഞാൽ കോൺവെന്റ് ജംഗ്ഷനിൽ നിന്ന സമയത്തേക്കാളും വിപ്ലവം കൊണ്ടുവന്നത് അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ്. കൂടുതൽ ആളുകൾ വരുന്നു. അവിടെ വെച്ചിട്ടാണ് സ്ഥലം കൂടിയപ്പോൾ ക്രിയേറ്റിവിറ്റിക്കുള്ള ചാൻസ് കൂടി. അവിടെ വന്നു കഴിയുമ്പോൾ എവിടെയും കിട്ടാത്ത സാരികൾ കിട്ടി തുടങ്ങി, എവിടെയും കിട്ടാത്ത മിക്സ് ആൻഡ് മാച്ച് സ്റ്റഫുകൾ കിട്ടി തുടങ്ങി. മെറ്റീരിയൽസ് ആണെങ്കിലും സോഴ്സ് ചെയ്യാനുള്ളൊരു ഫ്രീഡം കിട്ടി. അപ്പം ഏത് മൊമെൻറ്റിലാണ് ഓക്കെ ഇറ്റ് വർക്ക്ഡ് എന്ന് മനസ്സിലായോ? അതായത് അതുവരെ ഓഫ്കോഴ്സ് പൈസ വരുന്നതും കച്ചവടം നടക്കുന്നതുമല്ല. മിലൻ കോൺവെന്റ് ജംഗ്ഷൻ ടു MG റോഡ് ഒരു ഡിഫറെൻറ്റ് ക്ലാസ്സായി. അത് പക്ഷേ ഏത് മൊമെൻറ്റിലാണ് അങ്ങനെ ഒരു മൊമെൻറ്റ് ഇപ്പോഴും എനിക്ക് ആ മൊമെൻറ്റ് വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ നാളെ വേറെ കുറേ സാധനങ്ങൾ വരാനുണ്ടല്ലേ, നാളെ കുറേ പുതിയത് ചെയ്യാനുണ്ട് എന്നുള്ളൊരു ഫീലാണ് ഇന്നും എനിക്ക്. ഇന്നലെയും എത്ര സെയിലെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ സെയിൽ ചോദിക്കാത്ത ഏക ഒരു ഓൺട്രപ്രണറോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ലേഡിയോ അല്ലെങ്കിൽ ബിസിനസ് ഓവർ ആള് ഞാനായിരിക്കും. ഇന്ന് വൈകിട്ടത്തെ നമ്മുടെ സെയിൽ എത്ര, ഇന്നലെ ചോദിച്ചാലും പിന്നെ ഞാൻ മറന്നു പോകുന്ന അവിടെ സെയിലുണ്ടോ ഇല്ല എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം കസ്റ്റമർ എത്ര പേര് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോയിട്ടുണ്ട്, എന്ത് പ്രോഡക്റ്റാണ് നമുക്ക് ഉള്ളത്, അല്ല ഇനി എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ എൻ്റെ ചിന്ത, അല്ലെ എൻ്റെ ഏറ്റവും വലിയ ആങ്സൈറ്റി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അങ്ങനൊരു മൊമെൻ്റ് എന്ന് പറയാനൊന്നുമില്ല. പ്രോഡക്റ്റെല്ലാം ആൾക്കാർ കടയിൽ നിറച്ചുണ്ടെങ്കിൽ അറിയാമല്ലോ, കടയിൽ നിറച്ചുണ്ടെങ്കിൽ കട വർക്കായി എന്നുള്ളതല്ലേ, ഷോപ്പ് വർക്കായി. അതിപ്പം എന്നാ ചിലർ പറയില്ലേ, സദ്യ നല്ലതാണോ എന്നറിയണമെങ്കിൽ ഇലയിലോട്ട് നോക്കിയാൽ മതി എന്ന് പറയില്ലേ. അതെ, ബാക്കി വെച്ചിട്ട് അല്ലേ, ക്ലിയർ ആണെങ്കിൽ സദ്യ സൂപ്പറായിരുന്നു എന്ന് പറയുന്ന പോലെ പലരും പറയുന്നു മിലനി ഭയങ്കര വിലയാണ്, ഭയങ്കര വില കൂടുതലാണ്. മിലൻ ഭയങ്കര വില എക്സ്പെൻസീവ് സ്റ്റോറല്ലേ എന്ന് പറയും. ഞാനതിന് പറയുന്ന ആൻസർ, എങ്ങനെ ഓവർ എക്സ്പെൻസീവായിട്ടോ അല്ലെങ്കിൽ ഓവർ പ്രൈസ്ഡോ ആയിട്ടുള്ളൊരു സ്റ്റോറാണെങ്കിൽ മിലനിൽ കസ്റ്റമർ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി നിങ്ങൾ. മിലനിൽ കസ്റ്റമർ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി നമുക്ക് ആരെയും പറ്റിക്കാൻ പറ്റില്ല. കസ്റ്റമർ ഉണ്ടെങ്കിൽ സംതിങ് ഈസ് ദെയർ. വില ഉള്ള പ്രോഡക്റ്റും ഉണ്ട്, വില കുറഞ്ഞ പ്രോഡക്റ്റും ഉണ്ട്. വിലയുള്ള പ്രോഡക്റ്റിനെ വില കൂട്ടിയതാണെന്ന് പറയരുത്. വില കൂട്ടിയിട്ടതും വില കൂടിയതും തമ്മിൽ വില വ്യത്യാസമില്ലേ? വില കൂടിയതും വില കൂട്ടിയതും തമ്മിൽ വ്യത്യാസമുണ്ട്. എനിക്കത് ചോദിക്കാനുണ്ട്. ഞാൻ മിലനിലെ തന്നെ പല പ്രോഡക്ട്സും ഞാൻ പല സൈറ്റുകളിലും പല ആളുകൾ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. അതും പറയുന്ന വലിയ വലിയ പേരുകളൊക്കെയാണ്. കാഞ്ചീപുരം ഒക്കെ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഭയങ്കര ചെറിയ വിലയിൽ. അത് മിലനിലെ തന്നെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇവനല്ലേ അവൻ എന്ന് തോന്നുന്ന പോലത്തെ സാധനങ്ങൾ പോകുന്നുണ്ട്. അതെങ്ങനെയാണ് വരുന്നത്? അത് ആക്ച്വലി ഞാനൊരു പ്രാവശ്യം ഞെട്ടിപ്പോയി. ഞാനൊരു ആഡ് ചെയ്തു, നമ്മുടെ അഡ്വർടൈസ്മെൻ്റ്, ഒരു ഗ്രീൻ സാരി വെച്ചൊരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു. അതൊരു ഷൂട്ട് ചെയ്തു. അത് എനിക്ക് ഷൂട്ടിന് തന്നെ നല്ല എക്സ്പെൻസായി. ഷൂട്ട് ചെയ്ത് ഒരു 1 month കഴിഞ്ഞപ്പോൾ ഞാനൊരു സൈറ്റ് കണ്ടു, ഓൺലൈൻ സൈറ്റാണ്. അതിൽ നമ്മുടെ ആ പിക്ചർ തന്നെ കട്ട് പേസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ സാരിയുടെ വില 1500 രൂപ. ആ സാരി ഞാൻ ഇതെങ്ങനെ ഈ സാരി എങ്ങനെ ഇവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ഓർത്തിട്ട് ഞാൻ ആ സൈറ്റ് വിളിച്ചിട്ടൊന്നുമില്ല, നമുക്ക് അറിയത്തില്ല, വിളിച്ചിട്ട് ആളും അനക്കമൊന്നുമില്ല. പക്ഷേ ഒത്തിരി പേര് അങ്ങനെ ചീറ്റഡ് ആവുന്നുണ്ട്. നമ്മുടെ പ്രോഡക്റ്റുകൾ തന്നെ കാണിച്ച്, ഈവൻ എൻ്റെ കടയിൽ നിന്ന് തന്നെ മിലനിൽ നിന്ന് തന്നെ സാരി എടുത്തുകൊണ്ട് പോയിട്ട് ആ സാരി ഉടുത്ത് കാണിച്ചിട്ട് ഈ സാരി 1500 രൂപ 2000 രൂപ ഒക്കെ ഉള്ള, അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ സെമി ചേർത്തിട്ട് പറയും. ആൾക്കാർ കസ്റ്റമർ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാലും അവർ ആ പ്രോഡക്റ്റിലൊക്കെ നോക്കുള്ളൂ. പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് കേൾക്കണമെന്നില്ല. അത് എന്നെപ്പോലെയുള്ള അതേ ബിസിനസ്സുകാരാണെങ്കിൽ അത് ശ്രദ്ധിച്ച്, അപ്പോൾ അവർ ആ സെമിയൊന്നും കേൾക്കുന്നുണ്ടാവില്ല ചിലപ്പം. ഇത് മിലനി 12,000 രൂപയുടെ സാരിയാണ്,
ഇത് വെറുതെ 2000 രൂപ 1500 രൂപയ്ക്ക് കിട്ടുന്നു എന്ന് പറയുമ്പം they'll buy. അവർ നമ്മുടെ മിലൻ്റെ സാരി കണ്ടിട്ടുണ്ടാവില്ല. അവർ ഇത് വാങ്ങിക്കുമ്പം കളർ കൊള്ളാം, പ്രൊഡക്റ്റ് കൊള്ളാമെന്നാണ്. പക്ഷേ ഞാൻ ആ സാരി, എൻ്റെ സാരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, മിലനിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ സാരി ഉടുത്തിട്ട് കാണിച്ചതിന് പറ്റിക്കുവാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആ സാരി വേറൊരാളെ കൊണ്ട് ഓൺലൈനിൽ വാങ്ങിച്ചപ്പം എവറിത്തിങ് ഇസ് സെയിം. പ്രിൻ്റ് സെയിമാണ്, കളർ സെയിമാണ്, എല്ലാം സെയിമാണ്. പക്ഷെ അതൊരു തുണി മാത്രമാണ്, ആ ഫീൽ അതിനില്ല. എന്ന് പറഞ്ഞാൽ ഒരു ലൈഫില്ലാത്ത സാരി എന്ന് പറയില്ലേ, നമ്മൾ തൊടുമ്പം തന്നെ ആ സാരിക്ക് അസത് ഒരു സാരിയല്ല, ഒരു തുണിയേലൊരു ഏതോ ഒരു പോളിസ്റ്റർ പോലത്തെ എന്തോ ഒരു തുണിയേൽ അവർ പ്രിൻ്റ് ചെയ്തിട്ട് അത് വരുത്തിയിരിക്കുക. ഒറിജിനൽ ഒരു ചെയ്യിപ്പിക്കുക, പുതിയതായ ഒരു സംഭവം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ പ്രോഡക്റ്റ് ഒരു മിക്സ് മാച്ച് ചെയ്ത് അല്ലെ ബ്ലെൻഡ് ചെയ്തൊരു ത്രെഡുകൾ തമ്മിൽ ബ്ലെൻഡ് ചെയ്ത് പുതിയൊരു ത്രെഡ് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടൊരു സാരി ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതൊരു ഭയങ്കര എന്നാ പറയുന്ന ഒരു ഇന്നോവേഷനാണ്. അതല്ലാതെ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് അതിനെ കോപ്പി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഇന്നോവേഷൻ, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. എനിബഡി ക്യാൻ ഡു ദാറ്റ്, അല്ലേ? ഇറ്റ്സ് ഓൺലി മണി. ഐ തിങ്ക് മോട്ടീവ് മണി മാത്രമാണ്. കാരണം ഒരു ബിസിനസ്സിൽ നിന്ന് പൈസ മാത്രമല്ലല്ലോ. ഇറ്റ് ബ്രിങ്സ് മീ ടു ദിസ് ക്വസ്റ്റ്യൻ. ഇപ്പം മിലനിൽ ഞാൻ ശ്രദ്ധിക്കാറില്ല ഒരു കാര്യം, ഈ പറഞ്ഞ പോലെ ആളുകൾ ഒരുപാട് വരുന്നുണ്ട്, അതനുസരിച്ച് തന്നെ ആർട്ട് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ലൈക്ക് ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ സിഗ്നേച്ചർ പീസസ് വരുന്നുണ്ട്, അവിടെ മാത്രം കിട്ടുന്ന സാരികൾ വരുന്നുണ്ട്, നിങ്ങളുടെ തന്നെ ക്രിയേഷൻസ് വരുന്നുണ്ട്. ബിസിനസ്സും ഇതും കൂടി ഈ പറഞ്ഞ പൈസയും ഒരു ഫാക്ടറാണ് ഒരുപാട് ആളുകൾക്കും. ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നത് മിലനിൽ? ലൈക്ക് ആർട്ട് ഒരു വശത്തുണ്ട്, എന്നാൽ ബിസിനസ്സും അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഹൗ ഡു യു ഡു ഇറ്റ്? അതാണ് നമ്മുടെ വിജയം ആക്ച്വലി. സാധാരണ ഡിസൈനിങ് അറിയാവുന്നവർക്ക്, കൂടുതൽ നിങ്ങൾ പുറത്ത് ജനറലി ഒന്ന് നോക്കിയാൽ മതി, ഡിസൈനിങ് അറിയാവുന്നവർക്ക് അത് ബിസിനസ് ആക്കാൻ അറിയണമെന്നില്ല, ബിസിനസ് അറിയാവുന്നവർക്ക് ഡിസൈൻ അറിയണമെന്നില്ല. പക്ഷേ ഇത് രണ്ടും ബ്ലെൻഡ് ചെയ്താലാണ് വിജയം എന്നുള്ളതാണ് മിലൻ്റെ വിജയം. ബിസിനസ്സും ഡിസൈനിങ്ങും ബാക്കി മാനേജ്മെൻറ്റും, ഇത് മാനേജ് ചെയ്യണ്ടേ ബാക്കി എല്ലാ കാര്യങ്ങളും, ഇതും കൂടെ മൂന്നും കൂടെ അറിയുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ചിലർ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ തുണി വാങ്ങിച്ചുകൊണ്ട് വെക്കും, അല്ലെങ്കിൽ കുറേ സാധനം വെക്കും. പക്ഷേ അതൊരു ആർട്ടിസ്റ്റിക് പർച്ചേസ് ആയിരിക്കില്ല. ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പർച്ചേസ്, അതിനെ പറയുന്നതെന്നു വെച്ചാൽ ക്രിയേറ്റീവായിട്ടുള്ളൊരു പർച്ചേസ് ചെയ്യുമ്പോഴാണ് ക്രിയേറ്റീവായിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾക്ക് കിട്ടുന്നത്, അല്ലേ? അതിൽ നിന്ന് കിട്ടുന്ന ബിസിനസ്, അതിനെ എങ്ങനെ ബിസിനസ് ആക്കണം, അതിൽ എങ്ങനെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കണം നമ്മുടെ ആഡ് പോകേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ആരാണെന്ന് നമ്മൾക്കറിയണം. മനസ്സിലായില്ലേ? നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയുവാണെങ്കിൽ ഈ ബിസിനസ് സക്സസ് ആയിട്ട് പോകും. നമ്മളുടെ കപ്പാസിറ്റി നിന്നിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് നമുക്കറിയാൻ പറ്റുമെങ്കിൽ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ആക്ച്വലി ഞാൻ ചെയ്യണോ ഈ പരസ്യം, ഞാൻ ചിലപ്പോൾ ഓർക്കും. പലരും പല ക്രിയേറ്റീവ് ആൾക്കാരും വരും. അപ്പം തുടങ്ങി കഥ പകുതിയാകുമ്പോൾ തന്നെ ഞാൻ പറയും, ഇല്ല ഇതെൻ്റെ അല്ല, സംഭവം ഇതെൻ്റെ അല്ല, മില്ലിന് പറ്റിയൊരു ക്രിയേറ്റീവ് അല്ല ഇതെന്ന് ഞാൻ ആദ്യമേ പറയും. പക്ഷേ നമുക്കറിയാം നമുക്ക് വർക്കൗട്ട് ആവാത്ത സാധനമാണ് അത്. നമ്മൾ സ്ട്രിക്റ്റായിട്ട് ആ കാര്യത്തിൽ പിടിച്ചത് കൊണ്ടാണ് ഞങ്ങളുടെ അഡ്വർടൈസ്മെൻ്റ് ആകട്ടെ, നമ്മുടെ ഓരോ മൂവും അങ്ങനെ ആയി മാറിയത്. അത് നമ്മളിപ്പോഴും അങ്ങനെ തന്നെ, ആരെന്ത് പറഞ്ഞാലും നമ്മൾ ആ കോംപ്രമൈസ് ക്വാളിറ്റിയിൽ ചെയ്യാൻ തയ്യാറല്ല. നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഉറപ്പായിട്ട് 100% പറഞ്ഞുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. ഇത് പ്യുവർ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കടയിൽ കൊടുക്കുന്നത്. പ്യുവർ അല്ലാത്ത പ്രോഡക്റ്റ് എനിക്ക് വെക്കാതെ പറ്റില്ല. 3000 രൂപ 4000 രൂപയുടെ അല്ലെ 5000 റുപ്പീസിൻ്റെ സാരികൾ നമുക്ക് വെക്കാതെ പറ്റില്ല. അപ്പം അത് 100% പ്യുവർ ആണെന്ന് പറയാൻ പറ്റാത്തതാണെങ്കിൽ കസ്റ്റമറുടെ അടുത്ത് 100% അത് പറയും, ഇത് പ്യുവർ അല്ല, ഇതിൻ്റെ പ്യുവർ ഇത്ര വിലയുടെ സാധനം ഇരിക്കുന്നത്, ഇത് പ്യുവർ അല്ല. അപ്പോൾ അവർ പറയും നോ പ്രോബ്ലം, ഞങ്ങൾക്ക് പ്യുവർ ആണ്, ഒറ്റ ഉടുപ്പിനേ ഉള്ളൂ എന്ന് പറഞ്ഞ് എടുത്തിട്ട് പോയിക്കോട്ടെ. പക്ഷേ ഇത് പ്യുവർ ആണെന്ന് പറഞ്ഞ് 5000 റുപ്പീസിൻ്റെ എങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റും പ്യുവർ കാഞ്ചിപ്പട്ടെന്ന്? ഒരിക്കലും പറയാൻ പറ്റില്ല. പറയാൻ പറ്റുമെങ്കിൽ അത് ശരിക്കും ഫേക്കാണ്. അതായത് ഒരു വീവർക്ക് അവരുടേതായ ചിലവില്ല. വീവ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം 3000 രൂപ ഒരു സാരി വീവ് ചെയ്യുന്നതിന് അവർക്ക് വേണം. പിന്നെ ഈ സിൽക്ക് സാരിക്ക് 2000 രൂപ നൂലിനും അതിനും കൂടെ 2000 രൂപയേ ഉള്ളൂ. ഒരിക്കലുമല്ല. അത് കഴിഞ്ഞിട്ട് ഈ വിൽക്കുന്ന സപ്ലയർക്ക് പ്രോഫിറ്റ് വേണ്ടേ? ആ പ്രോഫിറ്റിൽ നിന്ന് ഈ വിൽക്കുന്ന ആൾക്ക്, ഈ പറയുന്ന ആൾക്ക് പ്രോഫിറ്റ് വേണ്ടേ? അതുപോലെ ഞാൻ മിലനിൽ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമാണ്, വളരെ വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള സ്റ്റാഫാണ്, വളരെ ഹെൽപ്ഫുള്ളാണ്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിരിക്കുന്ന മുഖങ്ങളാണ് കാണാറുള്ളത്. അതാണ് എൻ്റെ വലിയ സ്ട്രെങ്ത് അവരാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, 50 നിന്ന് പോയി 100 കഴിഞ്ഞ് 200 കഴിഞ്ഞ് 300 കഴിഞ്ഞ് പല യൂണിറ്റുകളിലായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട് ഒരു വശത്ത് ഫുൾ മാനേജ് ചെയ്ത് രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു, 2 പേർക്ക് മക്കളായിട്ട് ഒരു വശം ഉണ്ട്. ആ ഒരു വശത്തിൻ്റെ കൂടെ ഇവിടെ ഇത്രയും പേര്
സ്ത്രീ പുരുഷ ഭേദമന്യേ പല പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരെ മാനേജ് ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് മന്ത്ര തന്ത്ര ഇത് രണ്ടും എന്താണ്? ആക്ച്വലി ഞാൻ രാവിലെ കുർബാനയ്ക്ക് പോകുമേ പള്ളിയിൽ, എല്ലാ ദിവസവും അല്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പോകുന്നുണ്ട്. കൂടുതൽ സ്ട്രെസ്സുള്ള ദിവസങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോകും. ബിക്കോസ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് വി നീഡ് സപ്പോർട്ട്. ആ സപ്പോർട്ടെന്ന് പറയുന്നത് ഫാമിലി സപ്പോർട്ടാവാം, മേ ബി നമ്മുടെ സ്റ്റാഫിൻ്റെ സപ്പോർട്ടാവാം, എല്ലാം ആവാം. പക്ഷെ അത് കോർഡിനേറ്റഡ് ആവണമെങ്കിൽ എൻ്റെ ഒരു ബിലീഫാണ്, ഒരു സ്പിരിച്വൽ സപ്പോർട്ട് കൂടെ നമുക്ക് വേണം. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഇങ്ങനെ ഒരു ദൈവം വിചാരിച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ടല്ലേ, ഒരു സെക്കൻഡ് കൊണ്ടത് ഭയങ്കര 100 times സൂപ്പറാക്കാൻ പറ്റും എന്ന് ഞാൻ 100% വിശ്വസിക്കുന്ന ഒരാളാണ്. സോ എനിക്ക് തോന്നുന്ന ഈ മന്ത്ര എന്ന് പറയുന്നത് മേ ബി അതായിരിക്കും. ഞാൻ എത്തിക്കലി ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എത്തിക്കലി ചെയ്യുമ്പം നമ്മൾക്ക് ആ ഒരു എത്തിക്സ് വിട്ടിട്ട് ഒരു പരിപാടി ഞാൻ ചെയ്തില്ല. എൻ്റെ ഡിസൈൻ ചെയ്ത് വരുമ്പം കസ്റ്റമർ എന്നോട് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഇത്ര രൂപയുടെ 1,00,000 രൂപയുടെ ലെഹങ്ക എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പം എന്നോടാ പറഞ്ഞെങ്കിൽ ഞാൻ ചെയ്ത് ഇച്ചിരി കൂടെ വർക്ക് ഇടുക, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പിള്ളേരോട് പറഞ്ഞിട്ട് അത് 1 lakhൻ്റെ ഒക്കെ മേലെ പോവും. പക്ഷേ ഞാൻ പറഞ്ഞ വാക്ക് കീപ്പ് ചെയ്യും. നല്ല പ്രോഡക്റ്റ് ചിലപ്പോൾ 1 lakhന് മേലെയാണെങ്കിലും ഞാനത് കൊടുക്കും. അവരോട് ഒരു പ്രാവശ്യം ചോദിക്കാൻ പോലും പോവില്ല, നമുക്ക് ഇത്രയും രൂപയും കൂടെ ആയി തരാമോ എന്ന് ഞാൻ ചോദിക്കില്ല. ബിക്കോസ് അവർ പറഞ്ഞതിനകത്ത് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അത് എൻ്റെ കുഴപ്പമാണ്, എൻ്റെ അറിവില്ലായ്മയാണ് എന്നെ അതിലേക്ക് എത്തിച്ചതെന്ന് എനിക്ക് തോന്നും. നാളെ ആ തെറ്റ് പറ്റരുത്. പക്ഷേ എന്നും പറഞ്ഞ് എൻ്റെ ഒരു 10,000 അല്ലെങ്കിൽ 20,000 രൂപ പോയെന്ന് ഓർത്തുകൊണ്ട് പൈസ കൂടിയത് കൊണ്ടൊന്നും അല്ല, അതൊരു എത്തിക്സാണ്. നമ്മൾ ആ കുട്ടിയുടെ ആഗ്രഹം എന്താണോ, ആ ബ്രൈഡിൻ്റെ അന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹം ഇതുപോലെ ഒരു പ്രോഡക്റ്റ് ഇടുക എന്നുള്ളതാണ്. ഞാനന്ന് പ്രൈസ് പറഞ്ഞപ്പോൾ നമ്മൾ ആരും ദൈവം ഒന്നും അല്ലല്ലോ, നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി എങ്ങനെയാണ് കൂടുവോ കുറയുമോ എന്നറിയുന്നത്. അപ്പോൾ നമ്മൾ ഓക്കെ 1 lakhന് തരാമെന്ന് പറഞ്ഞാലും പക്ഷേ 1 lakhനുള്ളിൽ അത് ചിലപ്പോൾ തീരത്തില്ല. സോ അവരെന്താണോ ആഗ്രഹിച്ചത് അത് ഞാൻ ചെയ്തു കൊടുക്കും. എത്തിക്കലി ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ബിസിനസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ കോർഡിനേഷന് ഒരു പ്രയാസമില്ല. അത് മേ ബി ബൈ മെയിൽ, ത്രൂ മെയിലാണെങ്കിലും നമുക്ക് ആ കോർഡിനേറ്റ് ചെയ്യാനുള്ളൊരു എന്നാ പറയുന്നത്, ഒരു എനർജി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ത്രെഡ് നമുക്ക് കിട്ടും. എനിക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ബ്രൈഡ് എന്നിപ്പോൾ പറഞ്ഞു, അത് ഞാൻ ഇപ്പോഴും അവിടെ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല. എപ്പം മില്ലനി വന്നിട്ടുണ്ടെങ്കിലും അവിടെ ഒരു ബ്രൈഡും കുറച്ച് ബ്രൈഡ്സ് മെയ്ഡ്സിൻ്റെ തുണി എടുക്കാനുള്ള ആൾക്കാരും ഇത്ര തവണ വന്നിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബ്രൈഡ്സിനും ബ്രൈഡ്സ് മെയ്ഡ്സിനും ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷനായി മിലൻ മാറി? അത് എങ്ങനെയാണ് സംഭവിച്ചത്? എനിക്കും അറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ശരിയല്ലേ? അതെ, ബ്രൈഡ്സ് ആക്ച്വലി ഞാൻ പറയുന്നത് എനിക്ക് ചില മൊമെൻറ്റ്സ് ഉണ്ട്. ബ്രൈഡ് ഒക്കെ ഇങ്ങനെ വന്നിട്ട് ചില ബ്രൈഡ്, കഴിഞ്ഞ ദിവസം ഒരു ബ്രൈഡ് ലാസ്റ്റ് വീക്ക് ഉണ്ടായിരുന്നു, ഒരു വൈറ്റ് ഗൗണ് വൈറ്റ് സാരി വൈറ്റ് സാരി തപ്പി വന്നവർ. ആ കുട്ടി ഒരു ഡോക്ടറാണ്, പേരൻസൊക്കെ ഉണ്ട്, അപ്പനും അമ്മ എല്ലാവരും ഉണ്ട്. സോ അവർ ബ്രൈഡ്, അപ്പോൾ എനിക്ക് എന്നാന്ന് വെച്ചാൽ എനിക്ക് ദ ബെസ്റ്റ് അവർക്ക് കൊടുക്കണം എന്നൊരാഗ്രഹമാണ്. അവർക്ക് ദ ബെസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അവർക്ക് ദ ബെസ്റ്റ് കൊടുക്കണം. അപ്പോൾ അവരാഗ്രഹിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവർക്ക് വിലയൊന്നും ഒരു പ്രശ്നമല്ല, അവർക്ക് എന്തോ സംതിങ് ഔട്ട് ഓഫ് ദ വേൾഡ് വേണം, ഔട്ട് ഓഫ് ദ ബോക്സ്. അത് ബോക്സൊന്നും തുറന്നാൽ പറ്റില്ല, അവർക്ക് വേറെ എന്തോ തുറന്നിട്ട് വേറെ എന്തോ സാധനം കിട്ടും. പക്ഷെ ഇട്ട് പറയാനും പറ്റില്ല, അല്ലെങ്കിൽ വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ മോളെ, ഞാൻ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, യുഎസിലൊരു ഷൂട്ട് നമ്മുടെ നടന്നു. അപ്പോൾ ഷൂട്ടിന് വേണ്ടി ഒരു സാരി ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാനതിപ്പോൾ എടുപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ യൂണിറ്റ് ചെയ്യുന്നത് എൻ്റെ വർക്ക് കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഞാനത് എടുപ്പിച്ചിട്ട് ഞാൻ ആ കുട്ടിയെ അത് ഉടുപ്പിച്ച് ബ്ലൗസൊക്കെ ഇട്ട് ഒക്കെ കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പം ഷി വാസ് ക്രൈയിങ്. അതെൻ്റെ വീഡിയോ എൻ്റെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഷി വാസ് ക്രൈയിങ്. ആൻഡ് ദെൻ ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ 6 അടി പൊക്കമുള്ള നല്ല തടിയൊക്കെ ഉള്ള ഒരു ഫാദറാണ് പുള്ളി, ഹീസ് ഓൾസോ ക്രൈയിങ്. അപ്പം അതാണ് ചിലപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വേറെ ആണെങ്കിൽ അവർ ഹാപ്പി ആയിട്ട് പോയേനെ, വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് പോയേനെ. പക്ഷെ അത് കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയപ്പം അപ്പോൾ അവർക്കുണ്ടായ കരച്ചിലോ സന്തോഷം കൊണ്ടുണ്ടായ അത് കണ്ടപ്പം ഞാൻ അത്രയും ദിവസം കുറേ 2-3 ആഴ്ചയായിട്ട് ഞാൻ ഈ ഷൂട്ടിന് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്ത് എൻ്റെ എല്ലാ പ്രശ്നവും, ഹാർഡ് വർക്കോ അല്ലെങ്കിൽ എൻ്റെ മെൻ്റൽ സ്ട്രെസ്സോ എൻ്റെ പ്രഷറോ എൻ്റെ വിഷമോ ഒക്കെ ഇല്ലാതായി എനിക്ക്. സോ അതാണ് നമ്മുടെ ഒരു എന്നാ പറയുന്നത് സക്സസ് മന്ത്ര. ദാറ്റ് ഐ ഹാവ് ടു ഗീവ് എന്ന് എനിക്ക് എപ്പോഴും തോന്നും. വി ഹാവ് ടു ഡെലിവർ ദ കസ്റ്റമർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്. അവരാഗ്രഹിക്കുന്നത് എന്താണോ അത് കൊടുക്കണം. പൈസ വാങ്ങിക്കാമല്ലോ, ഒരു പൈസ തരാൻ റെഡിയാണെങ്കിൽ പൈസ വാങ്ങിക്കാമല്ലോ. പക്ഷേ അവരുടെ സാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ
അല്ലാതെ നമ്മൾ പണ്ടത്തെ പോലെ കസ്റ്റമറുടെ സെയിൽസ് ഗേൾസ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഒരാളെ അങ്ങനെ അടിച്ചേൽപ്പിക്കുക ഒരു സിസ്റ്റമേ എൻ്റെ കടയിലില്ല. അതില്ല, ശരിയാണ്. മിലനിലില്ല. മിലനിൽ ഞാൻ മീറ്റിങ്ങിലെല്ലാം പറയുന്നു, സംസാരിച്ച് പോകരുത് കസ്റ്റമറോട്. സംസാരിക്കേണ്ടത് മാഡം വിളിക്കുക, എന്താ വേണ്ടതെന്ന് ചോദിക്കുക, അവരെടുക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ടൊരു വീട്ടിലേക്ക് വരുന്നൊരു ഫീല് നമ്മൾ കൊടുത്താൽ മതി. അവർക്കറിയാം നമ്മുടെ കസ്റ്റമർ, മിലൻ്റെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിയുള്ള ഇൻ്റലിജൻറ്റ് കസ്റ്റമേഴ്സാണ്. അവർക്കറിയാം അവർക്ക് എന്താ വേണ്ടതെന്ന്. അവർക്കൊരു പ്രോഡക്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എനിക്ക് പറ്റിയതാണോ അല്ലയോ എന്ന്. അല്ലെങ്കിൽ പ്രായമുള്ള ഒരാൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ബ്രൈഡ് എടുത്തൊരു സാരി, ആ ബ്രൈഡ് എടുത്ത സാരിയുടെ കൂട്ടത്തിൽ അതിന് മാച്ചിങ് ആയിട്ട് അമ്മയ്ക്ക് സാരി വേണം. സോ ഐ സെഡ് നോട്ട് ദ സെയിം കളർ. ആ സെയിം കളർ എടുത്ത ബ്രൈഡിൻ്റെ ഇമ്പോർട്ടൻസ് പോകും. അപ്പോൾ എൻ്റെ സ്റ്റാഫ് ഇങ്ങനെ പോയി സാരി എടുത്തുകൊണ്ട് വരുമ്പം ഒരു സ്റ്റാഫിനെ ഞാനന്നേരം കുറച്ച് വഴക്കും കൂടെ പറഞ്ഞു, അമ്മ ബ്രൈഡ് ഉടുക്കുന്നതിൻ്റെ മേലെ ഒരു സാരിയാണോ ഉടുക്കേണ്ടത്? അതിനുള്ളൊരു കോമൺ സെൻസ് നിങ്ങൾക്ക് വേണം. അമ്മ ഉടുക്കേണ്ടത് അതിൽ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു സാരിയല്ലേ. പറഞ്ഞത് ഞാൻ പിന്നെ എല്ലാവരെയും കൂടെ വിളിച്ചു നിർത്തി പിന്നെ പറഞ്ഞു, ഒരു ബ്രൈഡിന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ബ്രൈഡ് പറയാം അമ്മ കൊടുത്തോന്ന് പറയാം. ഇവർക്ക് ബ്രൈഡിനും അമ്മയ്ക്കും അതിനെക്കുറിച്ച് അത്ര ഐഡിയ ഇല്ലെങ്കിലും നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. നമ്മൾ ചെയ്യേണ്ടത് ബ്രൈഡിനേക്കാളും കുറച്ചും കൂടി ലോ പ്രൊഫൈലുള്ള സാരി കൊടുക്കണം, പക്ഷേ ബ്യൂട്ടിഫുൾ ആയിരിക്കണം, അമ്മയ്ക്ക് ചേരണം. ആ ഒരു കോൺസെപ്റ്റോടുകൂടി കസ്റ്റമറെ സെർവ് ചെയ്താൽ അത് സക്സസ് ആവും. ഇത് ഈ പറഞ്ഞൊരു കാര്യമില്ലേ, ഞാൻ അവിടെ ബ്രൈഡ്സിനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, ഞാനത് കാണുന്നതിൻ്റെ എല്ലാം നടുക്ക് ഞാൻ ഷേർലി മാമിനെയും കണ്ടിട്ടുണ്ട്. ഓക്കെ, എല്ലായിടത്തും ഇല്ല, ഞാൻ എപ്പോഴും വരില്ലല്ലോ, വരുന്ന സമയത്ത് മാക്സിമം ഞാൻ ട്രൈ ചെയ്യും ഉണ്ടാവാൻ, പക്ഷെ എപ്പോഴൊന്നും പറ്റത്തില്ല. എന്നാലും പക്ഷെ അതല്ല, ഞാനത് ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. ഷേർലി മാം ഇല്ലേ, ഓണർ ഇല്ലേ, അവർ കാണും ഇല്ലേ, ഇങ്ങനത്തെ വിളിക്കാറുണ്ട്. സ്ഥിരം കസ്റ്റമേഴ്സ് ഇല്ലേ ഇങ്ങനെ? പിന്നെ സ്ഥിരമായിട്ടുണ്ട്. പിന്നെ കുറേ പേരൊക്കെ നമ്മളെ വിളിച്ചിട്ട് എന്നെ പേഴ്സണലി വിളിച്ചിട്ട് ഇങ്ങനെ കാണണം എന്ന് പറഞ്ഞിട്ട് വരുന്നവരുണ്ട്. ഞാൻ എൻ്റെ ട്രാവലൊക്കെ ക്യാൻസൽ ചെയ്ത് ചിലപ്പോൾ നിൽക്കുക എന്ന് വെച്ചാൽ അവർ നമ്മളെ പുറത്തുനിന്നൊക്കെ വരുന്നവർ നമ്മളെ ആഗ്രഹിച്ച് വരുന്നവർ, അവർക്ക് വേറെ ഡേറ്റും ഉണ്ടാവില്ല. സോ ഐ ക്യാൻ ചേഞ്ച് മൈ ഡേറ്റ്സ് അല്ലേ. അപ്പോൾ അത് ഡെലിവറി ചെയ്ത് കൊടുക്കണമല്ലോ. അങ്ങനെയൊക്കെ നമുക്ക് കസ്റ്റമർ സർവീസ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ. ഈ കസ്റ്റമർ സർവീസ് വളരുന്നതിനിടയിലാണ് മിലൻ്റെ തൊട്ടപ്പുറത്തോട്ട് പുതിയ സംരംഭങ്ങൾ വരുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ വരുന്നത് മെയ്ഡ് ബൈ മിലൻ അല്ലേ? എന്തുകൊണ്ടാണ് മിലനിൽ നിന്ന് ഒരു മെയ്ഡ് ബൈ മിലൻ അവിടെ സൈഡിലോട്ട് അങ്ങോട്ട് പടർന്നത്? ഇത് ആക്ച്വലി ഞങ്ങൾ മെയ്ഡ് ബൈ മിലൻ എന്നുള്ള വേർഡ് തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനകത്ത് മിലൻ പ്രോഡക്ട്സ്, മിലൻ ഉണ്ടാക്കിയ പ്രോഡക്ട്സ് ഞങ്ങളുടെ യൂണിറ്റിൽ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത്, നമ്മുടെ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് കാണിക്കണം, പ്രോഡക്റ്റ് അങ്ങനെ തന്നെ. പക്ഷെ അതിനെ എപ്പോഴും ഓവർടേക്ക് ചെയ്തു പോകും ഈ ബ്രൈഡൽ സാരീസ്. ഒരു ബ്രൈഡൽ കസ്റ്റമർ ഒരു ഗ്രൂപ്പിങ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ബ്രൈഡൽ സാരി കണ്ട് അതിൻ്റെ പുറകെ എല്ലാവരും അങ്ങ് പോകും, അവിടെ കൂടെ നിൽക്കുന്നവരും പോകും. അവർക്കപ്പോൾ ഒരു ചെറിയ സാധനം പ്രോഡക്റ്റ് എടുക്കാനും അല്ലെങ്കിൽ ഒരു ലെഹങ്ക എടുക്കണമെങ്കിലും ഒക്കെ അവർ അത് പിന്നെ ആട്ടെ ഇത് കഴിയട്ടെ എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ അവർ ഡിസ്ട്രാക്ട് ചെയ്ത് ചിലപ്പോൾ വേറെ സ്റ്റോറുകളിലേക്കൊക്കെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ സ്ഥലത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. ലെഹങ്കാസൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ വെക്കാനും കുറച്ച് സ്ഥലമുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ മെയ്ഡ് ബൈ മിലൻ എന്ന് പറഞ്ഞ പേരിൽ തന്നെ നമ്മളുടെ പ്രോഡക്റ്റുകൾ കാണിക്കാനായിട്ടൊരു സ്റ്റോർ തുടങ്ങിയത്. അങ്ങനെയാണ് ആ സ്റ്റോർ ഉണ്ടായത്. എനിക്കൊന്ന് കോവിഡിൻ്റെ ജസ്റ്റ് ആഫ്റ്റർ കോവിഡ് കൂടുതലും അതിന് മെയിൻ വേറൊരു കാര്യമുണ്ട്. കോവിഡിൻ്റെ സമയത്ത് നമ്മൾക്ക് കുറേ വർക്കേഴ്സ് ഉള്ളവരൊക്കെ നാട്ടിൽ പോകാനൊന്നും പറ്റാതെ ഹിന്ദിക്കാർ ഒത്തിരി പേരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ചുമ്മാ ഒരു ജോലിയും ചെയ്യാതെ റൂമിലിരിക്കുമല്ലേ. അപ്പോൾ ഞാൻ ഈ കോവിഡിന് നമ്മൾ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ കുറേ പ്രൊഡക്ഷൻ ഉള്ള സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് പ്രോഡക്റ്റ് കൊടുത്തു. പിന്നെ വാട്സപ്പിൽ കൂടെ വരച്ച് വീട്ടിലിരുന്ന് തന്നെ അവർക്ക് അയച്ചു കൊടുത്തു. മെറ്റീരിയൽ എല്ലാം തന്നെ അവർ താമസിക്കുന്ന താഴത്തേലുള്ള ഗോഡൗണിലാണ്. അപ്പോൾ അവിടുന്ന് ഒരു മാനേജർ പോലെ ഒരാളുണ്ടായിരുന്നു, അവരെടുത്തുകൊണ്ട് പോയി മുറിച്ച് അവർ തന്നെ അവിടെ ഇരുന്ന് ഹാൻഡ് വർക്കും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റ് ഈ 1.5 മാസം കൊണ്ടുണ്ടായി. പിന്നെ അത് വിൽക്കണമെങ്കിൽ ഒരു പ്രശ്നമാണല്ലോ. അങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഒരു തോട്ടും കൂടെ വന്നത്. അങ്ങനെ അത് ഒത്തിരി നല്ല ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ്സ് വന്നു. സമയമുണ്ടല്ലോ, ആരാംസെ അവർക്ക് ചെയ്താൽ മതി. അങ്ങനെയാണ് ആ മെയ്ഡ് ബൈ മിലൻ സംഭവിച്ചത്. ആക്ച്വലി അത് സംഭവിക്കുക ചെയ്തത് ഞാൻ മനഃപൂർവ്വം പർപ്പസ്ഫുള്ളി നമ്മൾ തുടങ്ങണമെന്ന് പ്ലാൻ ചെയ്തൊന്നുമല്ല. അങ്ങനെ അത് സംഭവിച്ചെന്ന് പറയാം. അത് സംഭവിച്ചത് കൊണ്ട് നിന്നില്ല, നടുക്കോട്ട് വേറെ ഒരാളും കൂടെ വന്നു, മാസ്റ്റർ പീസ് ബൈ മിലനും കൂടെ വരുന്നത്. അതും സംഭവിച്ചതാ. അതായത് ഒരു പ്രതിസന്ധി വന്നപ്പോൾ, ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ ഒരുപാട് പേര് പ്രൊഡക്ഷൻ നിർത്തുകയാണ് ചെയ്തത്. എല്ലാവരും പറഞ്ഞു വിടുകയൊക്കെയാണ് ചെയ്തത്, എങ്ങനെ എത്തിക്കോട്ടെ, കാരണം ഇനി എന്ത് സംഭവിക്കും, ഭൂമി ഇനി എങ്ങനെ. അല്ല, ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. അതിൽ നിന്നും അങ്ങോട്ട് വന്നു, ഇപ്പുറത്തോട്ടും കൂടെ എത്തി. അപ്പം പലതായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. പക്ഷെ ഞാൻ അറിയുന്നു അവിടെ കൊണ്ടൊന്നും
നമ്മൾ നിൽക്കുകയല്ല, അല്ല. ഇവരെല്ലാവരെയും കൂടെ കൂട്ടി ഒന്നാക്കാൻ പോവാന്നത് ശരിയാണോ? ഞങ്ങളുടെ പുതിയ സ്റ്റോർ വരിക, മാസ്റ്റർ പീസ് ബൈ മിലൻ വരിക എന്ന് പറഞ്ഞാൽ അതെനിക്കൊരു കസ്റ്റമറുടെ കയ്യിൽ നിന്നൊരു ഇൻപുട്ട് കിട്ടിയിട്ട് ചെയ്തതാണ്. എന്നുവെച്ചാൽ അവർ എന്നോട് പറഞ്ഞ് മേളിൽ നല്ല പ്രോഡക്റ്റ് ഉണ്ട്, പക്ഷേ എനിക്ക് മിക്സ് മാച്ച് ചെയ്യാൻ അറിയത്തില്ല, ഞങ്ങൾക്ക് മിക്സ് മാച്ച് ചെയ്തെടുക്കാനുള്ള കഴിവില്ല. എന്നുവെച്ചാൽ പലർക്കും പല രീതിയിൽ, ഡോക്ടേഴ്സ് പോലെ പ്രൊഫഷണൽസൊക്കെ അവർ പറഞ്ഞാൽ വൈകുന്നേരം വന്നിട്ട് അവർ ജോലിയും കഴിഞ്ഞ് വന്ന് നിന്നിട്ട് ഒരു സൽവാർ എടുക്കണമെങ്കിൽ മേലെ പോയി ടോപ്പ് മുറിച്ചു, ബോട്ടം മുറിച്ചു, ദുപ്പട്ട മുറിച്ചത് സെറ്റ് ചെയ്തൊക്കെ വരണമെങ്കിൽ ഒരു സമയം എടുക്കും. അപ്പോൾ നമുക്കത് പറ്റുന്നില്ല. ഷെർലി ഇത് കുറച്ച് ഇങ്ങനെയൊക്കെ മിക്സ് മാച്ചൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് വെച്ചാൽ ഞങ്ങൾ എടുത്തോളാം അങ്ങനെ പറയുന്നു. അത് നമ്മൾ പണ്ട് പോലെ ചെയ്യുന്നതാണ്. പക്ഷേ അതൊരു ഷോപ്പായിട്ട്, സെപ്പറേറ്റ് ഷോപ്പായിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് ഇങ്ങനെ കുറേ കമൻസ് വന്നപ്പോഴാണ്. നമ്മൾ നല്ല പ്രോഡക്റ്റുകൾ, അതായത് ടോപ്പിനുള്ള പ്രോഡക്റ്റ് ഉണ്ട്, അതിന് മാച്ചിങ് ദുപ്പട്ടയും കൊണ്ട് ഞാൻ അപ്പോൾ തന്നെ പ്രൊഡക്ഷൻ ഇടും, ഉണ്ടാക്കാൻ പറയും. മേ ബി പ്രിൻറ്റഡ് ഓർ ഹാൻഡ് വർക്ക്ഡ് ഓർ എംബ്രോയ്ഡറി ചെയ്തതോ അങ്ങനെ നമ്മളുണ്ടാക്കുന്ന പ്രോഡക്റ്റ്, അത് ഇവിടെ തന്നെയല്ല പുറത്താണേലും അത് വരുമ്പം നമുക്കത് വെക്കാനും എനിക്കറിയാം എൻ്റെ ഇത്രയും സാധനം ഇരിപ്പുണ്ട്, ഇപ്പോഴും ഉണ്ട് കുറേ സാധനങ്ങൾ പുറത്തിട്ട് കാണിക്കാൻ പറ്റാത്ത, പക്ഷേ സ്ഥലമില്ല. അപ്പോൾ അങ്ങനെയാണ് മാസ്റ്റർ പീസ് ഉണ്ടായത്. മാസ്റ്റർ പീസ് ബൈ മിലനിൽ അങ്ങനെ സൽവാർ മെറ്റീരിയലിൻ്റെ മാത്രം ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറായി. അത് ഭയങ്കര നല്ല ഒരു തീരുമാനമായിരുന്നെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്ക്, എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സിനേക്കാളിൽ കൂടുതൽ കുറച്ചുകൂടെ മിഡിൽ ഏജ്ഡ് ആൾക്കാർക്ക്, അവർക്കാണിത് പ്രയാസം. യങ്സ്റ്റേഴ്സ് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി അവർ റെഡിയാക്കും. പക്ഷേ ഇവർക്കതറിയാത്തത് കൊണ്ട് അവർ വരുമ്പോൾ അവർ ഇത്ര നാൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് സൽവാർ മെറ്റീരിയലുകൾ കിട്ടാൻ തുടങ്ങി. പിന്നെ ഒരു നല്ല റീസണബിൾ റേറ്റിൽ നമുക്കത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. സാധാരണ ബൊട്ടീക്സ് നമ്മുടെ സ്റ്റോറിൽ നിന്ന് തന്നെ വന്നെടുത്തുകൊണ്ട് പോയിട്ട് അത് മിക്സ് മാച്ച് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ചെറിയ ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല വിലയ്ക്ക് പ്രൈസിന് വിൽക്കുന്നത്. ഇപ്പോൾ എക്സിബിഷൻസ് അല്ലെങ്കിൽ ബൊട്ടീക്സ് തന്നെ ഒത്തിരി ചെയ്യുന്നുണ്ടത്. ഓൾ കേരള ബൊട്ടീക്സ് ഉണ്ട്, ഒരു 300 ബൊട്ടീക്സ് നമ്മളുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങളുടെ മാസ്റ്റർ പീസിൽ എനിക്ക് അതിനകത്തൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ടോപ്പ് മുറിച്ചു, ബോട്ടം മുറിച്ചു, ദുപ്പട്ട വെച്ചു. ഹാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് ചെയ്ത് സ്റ്റിച്ചിങ് നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് ഭയങ്കര പ്രോഡക്റ്റ് ഭയങ്കര വില കുറവിൽ നമുക്കവിടെ കൊടുക്കാൻ പറ്റും. അത് ഇപ്പോൾ ആൾക്കാർ മനസ്സിലാക്കി വന്ന് ഗ്രാജുവലി, നമ്മൾ അഗ്രസീവായിട്ടൊരു അഡ്വർടൈസ്മെൻ്റ് ഒന്നും അതിന് കൊടുത്തില്ല, പക്ഷെ എന്നാലും നന്നായിട്ട് പോകുന്നു. അത് അങ്ങനെ രണ്ടാമത് സംഭവിച്ചൊരു കാര്യമാണ്. ഈ സംഭവിച്ച് കഴിഞ്ഞപ്പോഴാണോ തോന്നിയത് ഇങ്ങനെ ആൾക്കാരെ എനിക്ക് 3 സ്ഥലത്ത് വിടാൻ പറ്റത്തില്ല, എല്ലാവരും കൂടെ ഒരു സ്ഥലത്തോട്ട് വരട്ടെ എന്നുള്ള ചിന്ത? ഇല്ല, അങ്ങനെ 3 സ്ഥലത്ത് വിടാൻ പറ്റത്തില്ല എന്നുള്ളതല്ല. എൻ്റെ ഒരു ഡ്രീം സ്വപ്നം എന്ന് പറയുന്നത് നമുക്ക് ഒരു ബിഗ് സ്റ്റോർ വേണം എന്നാണ്. നമ്മുടേതായിട്ട് ഒരു സ്റ്റോർ വേണം. അതൊരു നല്ലൊരു ബൊട്ടീക്ക് സ്റ്റൈൽ ഓഫ് ഒരു ബിൽഡിങ്ങിലായിരിക്കണം, ഒരു കൊമേഴ്ഷ്യൽ ലുക്ക് ആവരുത് എന്ന് വിചാരിച്ച് കൊറോണയ്ക്കൊക്കെ മുമ്പ് തന്നെ ഞാൻ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട്, അതും ഒരു ഭയങ്കര പണ്ടത്തെ പേര് കേട്ട സ്റ്റാർലി ഹൗസ് എന്ന് പറയുന്ന ഒരു ബംഗ്ലാവ് ആയിരുന്നു. അത് നമ്മൾ TD റോഡ് ആൻഡ് പി ടി ഉഷ റോഡിൽ നിന്ന് TD റോഡിൽ നിന്ന് 2 എൻട്രൻസ് ഉണ്ട്. അതിന് ഫ്രണ്ട് എലിവേഷൻ 2 ഒരുപോലെയാണ്. അപ്പോൾ കോളേജിൽ നിന്ന്, സെൻറ്റ് തെരേസാസിൽ നിന്ന് വരുന്നവർക്കും അല്ലെങ്കിൽ കോൺവെൻറ്റ് ജംഗ്ഷനിൽ നിന്ന് വരുന്നവർക്കും ആ സൈഡിൽ നിന്ന് കയറാം. PT ഉഷ റോഡിൽ നിന്ന്, മെയിൻ റോഡിൽ നിന്ന് വരുവാണെങ്കിൽ PT ഉഷ റോഡിൽ നിന്ന് കയറാം. ആ ബംഗ്ലാവ് ആക്ച്വലി ഞങ്ങൾ വാങ്ങിയത് അത് ഡോക്ടർ പൗലോസ് ചാക്കോ എന്ന് പറഞ്ഞ ഡോക്ടറുടെ ഒരു വീടായിരുന്നു. ഭയങ്കര പേര് കേട്ട ഒരു ഫേമസ് ഒരു വലിയ വീടായിരുന്നു. അത് ഫുൾ 90 ഇയേഴ്സോ സംതിങ് ലൈക്ക് ദാറ്റ്. അത്രയും പഴക്കമുള്ളൊരു വീട്, തടികൾ കൊണ്ട് മാത്രം നിർബന്ധിച്ച ഒരു വീട്. എനിക്കൊന്ന് കേരളത്തിലെ ആദ്യത്തെ മൊസൈക്കൊക്കെ ഇട്ട വീട്, അത് ഇംഗ്ലണ്ടിൽ നിന്ന് UK ഇമ്പോർട്ട് ചെയ്ത് വന്ന വീട്. അപ്പം അവരുടെ ആ വീട് നമ്മുടെയൊക്കെ സ്വപ്നമാണ്. ഞാൻ്റെയൊക്കെ ചെറുതിലെ നമ്മൾ വരുമ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ വണ്ടി ഓടിക്കുമായിരുന്നു കാണാൻ. ആ വീട് കാണാൻ ഗാർഡനൊക്കെ ചെയ്ത്, ആൻറ്റി ഉണ്ട് ഇപ്പോഴും, ഇത് ആൻറ്റി അത് ഭയങ്കരമായിട്ട് ഗാർഡനൊക്കെ ചെയ്ത് ഭയങ്കര നല്ലൊരു പ്രോപ്പർട്ടിയാണ്. എറണാകുളത്തെ ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയും. അപ്പോൾ അവരത് വിൽക്കാൻ പോകുന്നു എന്നൊന്നും കേട്ടില്ല. വിൽക്കുമോ എന്ന് നമ്മൾ ചോദിച്ചു. ഞാൻ ചോദിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്കത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിരുന്നു. അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തതിനെ കുറച്ചും കൂടി ഭംഗിയാക്കിയെടുത്ത് നമ്മൾ ബൊട്ടീക്ക് സ്റ്റൈലിൽ സ്റ്റോർ അങ്ങോട്ട് മാറ്റിയാൽ ഇതൊരു വേറൊരു കൾച്ചറൽ, വേറൊരു റോയൽ സംഭവം. പക്ഷെ അത് വർക്കൗട്ടായില്ല. ഞങ്ങളത് അതിന് വേണ്ടിയിട്ടൊക്കെ കുറേ ആർക്കിടെക്ട്സിനെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരെ കണ്ട് കുറച്ച് നാൾ അതിന് വേണ്ടി വർക്ക് ചെയ്തു. ഒരു 6 മന്ത്സോളം അതിന് വേണ്ടി വർക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്കൊരു ബിസിനസ്സൈസ് ചെയ്യാൻ പറ്റത്തില്ല, അതിനകത്ത് സ്ക്വയർ ഫീറ്റ് അത്രയും കിട്ടത്തില്ല. പിന്നെ തന്നെയല്ല ടേൺ ഓവർ ഉണ്ടാവില്ല. പിന്നെ അത് കുറച്ചും കൂടി നന്നാക്കി എടുക്കണമെങ്കിൽ, അത് റിനോവേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഭയങ്കര ചിലവാണ്. നമ്മളതിൽ കൂടുതൽ ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബിൽഡിംഗ് പണിയാവിടെ. അപ്പം നമ്മളത് ഡിമോളിഷ് ചെയ്തപ്പോൾ എറണാകുളത്തുള്ള വളരെയധികം ആൾക്കാർ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല, പലരും വന്ന് പറഞ്ഞത്
പൊട്ടിച്ചു കളയില്ല, അത്ര നല്ല വീട്. ബിൽഡിംഗ് എനിക്കറിയാം, ഇത് ഞാൻ സെന്റ് ജോസഫിലെ പഠിച്ച ആണോ? കണ്ടിട്ട് അത് കളയരുത്, ആ വീട് എന്ത് രസമാണ്. ഞാൻ ഇത് കളയാൻ എൻ്റെ ഹസ്ബൻഡൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കും സങ്കടമാണത് പൊളിക്കാൻ. പക്ഷേ അത് പൊളിച്ച് നമുക്ക് അതേപോലെ ലുക്കുള്ളൊരു ബിൽഡിംഗ് പണിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു ഹെറിറ്റേജ് സ്റ്റൈൽ ഓഫ് ബിൽഡിംഗ് ഇപ്പോൾ പണിഞ്ഞിരിക്കുന്നത്. നമ്മുടെ സ്റ്റോർ ഓൾമോസ്റ്റ് റെഡിയാണ്. ഞങ്ങൾ ഏപ്രിൽ അതിൻ്റെ ഓപ്പണിംഗ് ഉണ്ടാവും. ഏപ്രിൽ ടെൻറ്റേറ്റീവ്ലി ഒരു 23rd പ്ലാൻ ചെയ്തേക്കുന്നത്. ഇനിയും അതിനകത്ത് അറിയാലോ വർക്കേഴ്സിൻ്റെയൊക്കെ ഇത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് അനൗൺസ് ചെയ്യുന്നതാണ്. എനിവേ നമ്മുടെ അങ്ങനെ ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന ആ നിമിഷമെത്തി. നമ്മുടെ ഒരു വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കസ്റ്റമർക്ക് കൊടുക്കാം. ഒരു ബിഗ് സ്റ്റെപ്പാണ് അടുത്തത്, അതിലേക്ക് നമ്മൾ മാറുക. ഈ ബിഗ് സ്റ്റെപ്പിലോട്ട് ആദ്യമായിട്ട് കാലെടുത്ത് വെച്ചത് ആരാണ്? ഞാൻ തന്നെയാണ്. ബിഗ് സ്റ്റെപ്പിലേക്കുള്ള ഐഡിയ കൊടുത്തത് ഞാനാ. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് അതിലും ഭയങ്കര ക്രിയേറ്റീവ് ഒരാളാണ്. ഇങ്ങനെ അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് ഷേർലിക്ക് നല്ല ഫാഷൻ സെൻസ് ഉണ്ട്, പക്ഷെ റെജിമോൻ്റെ അത്രയും വരില്ല കേട്ടോ എന്ന് ആൾക്കാർ പറഞ്ഞാൽ ശരിയാണോ? എനിക്കെന്താ ചോദിച്ചാൽ എനിക്ക് സെൻസ് ഉണ്ട്, ഞാനത് ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ റെജിമോൻ എന്ന് പറയുന്ന ആൾ അതിൻ്റെ പെർഫെക്ഷൻ ഭയങ്കര പെർഫെക്ഷൻ നോക്കിയിട്ട് നമ്മളിപ്പോൾ ഞാനൊക്കെ യൂണിറ്റിലോട്ടൊന്നും അടുപ്പിക്കത്തില്ല, നമ്മുടെ വർക്ക്ഷോപ്പിലോട്ടൊന്നും. എന്ന് വെച്ചാൽ ഒരു സാരി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാരിയുടെ ലെഫ്റ്റ് സൈഡിലെ പേൾ വെച്ചിരിക്കുന്ന ആ സെയിം ലൈൻ വെച്ച് ഇപ്പറേ ആ പേൾ അല്ലെങ്കിൽ എല്ലാവരും ചീത്ത പറയും. അപ്പോൾ പുള്ളി അങ്ങോട്ട് വരത്തില്ല, പുള്ളിക്കത് കണ്ട പ്രഷറാണ്. അങ്ങനെ പുള്ളിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും ചെയ്ത് നമുക്കിത് ബിസിനസ് ആക്കാൻ പറ്റത്തില്ല. നമ്മുടെ എത്ര നമ്മൾ വർക്ക് ചെയ്താലും ഹാൻഡ് വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ഇങ്ങനെ മെഷർ എടുത്തൊക്കെ ഇങ്ങനെ പേൾ പിടിപ്പിക്കുക. ഒരു പേളോ അല്ലെങ്കിൽ സീക്വൻസോ പിടിപ്പിക്കുകയാണെങ്കിൽ ഈ സീക്വൻസ് കഴിഞ്ഞ് അടുത്ത സീക്വൻസ് 1 ഇഞ്ചോ അല്ലെ 1/2 ഇഞ്ചോ ആണെങ്കിൽ അതിനടുത്ത് ചിലപ്പോൾ 3/4 ഇഞ്ചായി പോകും. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നാച്ചുറലി സംഭവിക്കുന്ന അക്സെപ്റ്റഡ് ആണ്. ലോകം മുഴുവൻ, ഇന്ത്യ മുഴുവൻ അക്സെപ്റ്റഡ് ആണ്. അത് അങ്ങനെ ആര് ചെയ്താലും അങ്ങനെ വരുള്ളൂ. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് അത് സമ്മതിക്കത്തില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പുള്ളിയോട് പറയാറില്ല, നമ്മൾ തന്നെ ചെയ്യും. പക്ഷേ ഇങ്ങനെ ഒരാൾ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരാളുള്ളപ്പോൾ, പ്രത്യേകിച്ച് ബിസിനസ് ഡിസിഷൻസ് വരുമ്പോൾ, നമ്മൾ ഈഗോ ഇല്ലാത്തൊരു കപ്പിളാണെങ്കിൽ പോലും ഇസൻറ്റ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ആസ് എ ബിസിനസ് പേഴ്സൺ? നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ചിലതിലൊക്കെ ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോയിട്ടാണ് ഒരു സ്റ്റെപ്പ് പറയുക. ആ സമയത്ത് നിങ്ങൾ തമ്മിലിങ്ങനെ വന്നു കഴിയുമ്പോൾ മറ്റൊരാൾ ഇങ്ങനെ പറയുമ്പോൾ ക്ലാഷ് ഉണ്ടല്ലോ, ഭയങ്കര ക്ലാഷ്. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര കഴിവാണ് ഷട്ട് ഡൗൺ ചെയ്യാൻ ചെവി. എനിക്കാണെങ്കിൽ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് മനസ്സിലാവും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കേൾക്കില്ല. ഞാൻ കേൾക്കാത്ത മാതിരി പൊട്ടം കളിച്ചിറങ്ങും. എൻ്റെ ഹസ്ബൻഡ് അതിലും വലിയ മിടുക്കനാണ് പൊട്ടം കളിക്കാൻ. അപ്പോൾ നമ്മൾ പ്രശ്നമില്ല, ഞങ്ങളുടെ പ്രശ്നം തീർന്നു. ഞാൻ എൻ്റെ വഴിക്ക് എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യും എന്ന് വെച്ച് പുള്ളീനെ സാറ്റിസ്ഫൈ ചെയ്യാതൊന്നും ചെയ്യില്ല. നമ്മൾ ചെയ്ത് കാണിക്കും. കൺവിൻസ്ഡ് ആക്കാനാണ് പ്രയാസം. ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര പ്രയാസം. പുള്ളിക്കത് കണ്ടേലേ പറ്റുള്ളൂ. പുള്ളിക്ക് അതിൻ്റെ മോൾഡ് കാണണം, അല്ലെങ്കിൽ അതിൻ്റെ സാമ്പിൾ കാണണം. മനസ്സിലായി? അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് സാമ്പിൾ കാണിക്കാൻ പറ്റുമോ? ഞാനിപ്പം അമേരിക്കയിൽ ഷൂട്ട് ചെയ്യാൻ യൂഎസിൽ ഷൂട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ കംപ്ലീറ്റ് പിക്ചറും പുള്ളിക്ക് കിട്ടണം. ഇതിങ്ങനെയാണോ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ അവിടെ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ സ്പോട്ടിൻ്റെ പടം അയച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത്, അവിടെ ഇങ്ങനെ ഇത് വരും, ഇതാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എനിക്ക് പോലും ഫുൾ ഐഡിയ ഇല്ല, അവിടെ ചെന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അത് അങ്ങനെയുള്ളൊരു പെർഫെക്ഷനിസ്റ്റാണ് പുള്ളി. അങ്ങനെയുള്ളവരെ വലിയ പ്രയാസമാണ് മാനേജ് ചെയ്യാൻ. ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ട കേട്ടോ മാനേജ് ചെയ്യുന്നത്. ഒട്ടും എളുപ്പമല്ലേ? ബിസിനസ്സുകാർ പ്രത്യേകിച്ച് രണ്ടുപേരും സ്റ്റേണാണ്, രണ്ടുപേർക്കും ഐഡിയാസ് ഉണ്ട്, രണ്ടുപേരും അവനവൻ്റെ വഴിയിൽ സക്സസ്ഫുൾ ആണ്. സോ ഞങ്ങളുടെ കെമിസ്ട്രി വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നോ പറയുന്ന ചില കാര്യങ്ങൾ പുള്ളി ഇപ്പുറത്തൂടെ വർക്ക് ചെയ്ത് കാണിക്കും. പുള്ളി നോ പറയുന്ന കാര്യം ഞാൻ ഇപ്പുറത്തൂടെ പുള്ളി അറിയാതെ ചെയ്തെടുത്തേ ഇത് ഞാൻ പറഞ്ഞ ഇതാന്ന് പറയുമ്പോൾ കൊള്ളാമല്ലോ, അടിപൊളി. അപ്പോൾ അവിടെ ഈഗോ വർക്കൗട്ട് ആവുന്നില്ല കേട്ടോ. അറിയാത്തിടത്തോളം ബുദ്ധിമുട്ടിക്കുന്നു. അല്ല, എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പെൻഷൻ കൊടുക്കുന്നത്? അങ്ങനെയൊന്നും കൊടുക്കാറില്ല. പക്ഷേ ഞാൻ പറയുന്ന ഇതാണ്, ഞാൻ പറഞ്ഞിട്ട് നീ ചെയ്തില്ലേ എന്ന് ചോദിക്കില്ല. ആ ഒരു ഈഗോ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് വർക്കാവുന്നത്. അതേസമയം നമ്മളിപ്പോൾ ഒരു ഹസ്ബൻഡ് പറഞ്ഞത് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പുറകെ കൂടെ ആരും അറിയാതെ അത് ചെയ്തിട്ട് അത് കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ്, ഇതിങ്ങനെ സംഭവിക്കാം, നോ പ്രോബ്ലം എന്ന് പറയുമ്പം കൊള്ളാമല്ലോ, മിടുക്കി, കൊള്ളാം എന്ന് അപ്രീഷിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഈസ് ലൈക്ക് ദാറ്റ്. ഈവൻ ഞാനും അങ്ങനെ തന്നെയാണ്. പുള്ളിയെ തന്നെ പുകഴ്ത്തിയിട്ട് കാര്യമില്ലല്ലോ, ഞാനും തിരിച്ചങ്ങനെ തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ ഞാനും പറയുമ്പോൾ ആ മിടുക്കൻ, കൊള്ളാം. അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? അവിടെ പ്രശ്നം അപ്പം തീരും, ഞങ്ങളുടെ പ്രശ്നം അവിടെ തീരും.
അങ്ങനെ രണ്ടുപേരും മുന്നോട്ട് ആ തോണി വലിക്കുന്നതുകൊണ്ടാണ് സ്പീഡ് ബോട്ട് പോലെ അതിങ്ങനെ ഒരു ക്രൂയിസ് ഷിപ്പ് സ്പീഡ് ബോട്ടിൻ്റെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്കറിയാം അമേരിക്കയിൽ പോയിട്ട് ഇപ്പോൾ ഒരു ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നേക്കുവാണ്. അതുപോലെ തന്നെ ലോകം മുഴുവൻ എത്തുന്നൊരു പരിപാടിയിലേക്കും കൂടി നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതിലോട്ടാണ് ഇനി നമ്മുടെ യാത്ര. മാം, നമ്മൾ മിലൻ്റെ തുടക്കം കണ്ടു. മിലൻ കോണ്ടൻ ജംഗ്ഷനിൽ നിന്ന് MG റൂട്ടിലോട്ട് വന്നു. അവിടെ നിന്ന് മെയ്ഡ് ബൈ മിലൻ എത്തി, മാസ്റ്റർ പീസ് എത്തി. ഇതെല്ലാവരും കൂടെ ഒരുമിച്ച് വരണുണ്ട്. പക്ഷേ എപ്പോഴും മിലൻ ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിലും പുറത്തുമുള്ളവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതെന്താണ് എല്ലാവരും ഓൺലൈൻ തുടങ്ങിയിട്ട് മിലൻ മാത്രം ഇവിടെ ഇല്ലാത്ത, ഞങ്ങൾക്ക് എന്താ ഓൺലൈനിൽ മേടിക്കാൻ പറ്റാത്തത്? അതെന്താ ഞങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാൻ പറ്റാത്തത്? ഓൺലൈൻ്റെതായ ഒരു സമയം, എല്ലാത്തിനും ഒരു സമയമില്ലേ? ഓൺലൈൻ്റെതായ ഒരു സമയം വന്നു നമുക്ക്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഓൺലൈന് വേണ്ടിയിട്ട് ഒരു 3 months ആയിട്ട് നമ്മൾ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. ഓൺലൈനിൽ എനിക്ക് എൻ്റെ ആഗ്രഹം നമ്മുടേതായിട്ടുള്ള സാരികൾ, ദാറ്റ് ഈസ് സൈൻഡ് ബൈ മിലൻ എന്നുള്ള ലേബൽ ഉണ്ടാവണം നമ്മുടെ സാരിയിൽ. പിന്നെ വേറെ ആര് വേണേലും കോപ്പി അടിച്ചോട്ടെ, പക്ഷേ ആദ്യത്തെ സാരി ഞങ്ങളുടെ ആയിരിക്കണം, മിലൻ്റെ സാരി. ആ മിലൻ്റെ സാരി ഇറങ്ങിയിട്ട് ആ സാരി വേണം നമ്മൾ ഓൺലൈനിൽ കൊടുക്കാൻ. എനിക്ക് പർട്ടിക്കുലർലി എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എവിടെയോ ആരോ ഉണ്ടാക്കിയൊരു സാരി നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ച് അതായത് ഒരു ട്രേഡർ ആവാതെ നമ്മളൊരു നമ്മുടേതായ ഡിസൈൻഡ് ആയിട്ടുള്ള ക്രിയേറ്റീവ് സാരി കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങളത് ക്രിയേറ്റ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നില്ല. അല്ലാതെ ഉള്ള സാരികളും ഉണ്ട്, പുറത്തു നിന്നുള്ള സാരികൾ. നമുക്കൊരിക്കലും കൊച്ചിയിലിരുന്നുകൊണ്ട് ഇത്രയധികം സാരി ഉണ്ടാക്കി അതിനെ പ്രൊഡക്ഷൻ കൊടുത്ത് ചെയ്യാൻ പ്രയാസമുണ്ട്. സോ അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് അല്ലാത്ത റെഗുലർ കിട്ടുന്ന സാരികളും നമ്മൾ എന്തായാലും ഓൺലൈനിൽ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് എനിവേ നമ്മുടെ ഓൺ സാരീസ് ആണ് ഞങ്ങളുടെ ഹൈലൈറ്റ്സ്. അത് ഉറപ്പായിട്ടും ഉടനെ തന്നെ സൂൺ വിൽ ബി ലോഞ്ചിങ് അവർ വെബ്സൈറ്റ്. ഈ ഓൺലൈൻ സൈറ്റുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നൊരു ചോദ്യമുണ്ട്. ഓൺലൈൻ അല്ലേ, ആദ്യം അതിന് 10,000 രൂപയാണെങ്കിലും കുറച്ച് കാലം വെയിറ്റ് ചെയ്താൽ അതിന് 5,000 രൂപയായിട്ട് വരുമെന്ന്. കിട്ടില്ല. അത് ഞാൻ സെമി കയറ്റേണ്ടി വരും അവിടെ. ആ വാക്കിൽ സെമി എന്ന് ചേർത്താൽ കിട്ടും, വേണ്ടല്ലോ. അപ്പോൾ മിലൻ ഫ്രം ദ ഹൗസ് ഓഫ് മിലൻ വി നെവർ ഡു ദാറ്റ്. അത് പ്യുവർ തന്നെ കൊടുക്കും. നമുക്ക് പ്യുവർ അല്ലാത്ത പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കും. ഇത് പ്യുവർ അല്ല പോലെ ഇരിക്കുന്ന എന്നും പറയില്ല, അതിൻ്റെ എന്താണോ പേര് അത് പറഞ്ഞു തന്നെ നമ്മൾ സെയിൽ ചെയ്യും. അങ്ങനെ വേണ്ടിയവർക്കും കൊടുക്കാം. ഓൺലൈൻ എന്ന് പറയുമ്പം ഗ്ലോബലി നടക്കുന്ന ബിസിനസ്സല്ലേ, അപ്പം അങ്ങനെ വേണ്ടിയവരും ഉണ്ടാവും. അപ്പം അതും നമ്മൾ ആഡ് ചെയ്യണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എനിവേ ഞാൻ ഇപ്പം നമ്മുടേതായ ക്രിയേറ്റീവ് സാരികളാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ക്രിയേറ്റീവ് പ്രോസസ്സിൽ ഞാൻ മിലൻ്റെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, നിങ്ങളുടെ തന്നെ പ്രോഡക്റ്റുകൾ ഉഗ്രൻ ഡിസൈൻസാണ്. ഫാഷൻ ഡിസൈനർമാർ അവിടെ നിൽക്കുന്നവരാണെങ്കിൽ പോലും നല്ല സെൻസുള്ള കുട്ടികളാണ്. നമ്മൾ അവരോട് ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ ചെയ്യാം, ഇതിൻ്റെ കഴുത്ത് അങ്ങനെ ചെയ്യാം, ഇതിന് ഇങ്ങനെയാണെങ്കിൽ നല്ലതായിരിക്കും, ഇതിങ്ങനെ ആയിരിക്കും. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നു ഈ സെലക്ഷൻ പ്രോസസ്സ്. നമുക്കത് അവരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അറിയാം ദേ നോ. ചോദിച്ചു കഴിയുമ്പോൾ ഭയങ്കര വലിയ ഇപ്പം NIFTയിൽ പഠിച്ചവരോ അങ്ങനെ ഒന്നും കുട്ടികളൊന്നും അല്ല. അപ്പം ഈ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ഉണ്ടാക്കി കാണിക്കാൻ പറയുമോ? ഗിവ് മീ 3 ഡിസൈൻസ്, എങ്ങനെയാണ് നടക്കുന്നത്? ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഡിസൈനേഴ്സ് അവർ ഡിസൈനിങ്ങിലൊക്കെ വളരെ ഭയങ്കര ഹൈ എൻഡ് ഡിസൈനേഴ്സൊന്നുമല്ല. പക്ഷേ അങ്ങനെയുള്ളവരും ഉണ്ട്, അത് ബാക്ക് എൻഡിലുണ്ട്. അവർ നമ്മുടെ യൂണിറ്റുകളിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടേതായ മീറ്റിങ്ങുകളുണ്ട്, ഞങ്ങളുടേതായ സമയങ്ങളുണ്ട്. ഞാനും സ്റ്റാഫും കൂടി ഇരിക്കുന്ന സമയമുണ്ട്. നമുക്ക് പുതിയ പ്രോഡക്റ്റുകൾ പുതിയ ഫാബ്രിക്കുകൾ വരുമ്പം നമുക്കത് എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാം. ഇനി അത് എത്ര പറഞ്ഞിട്ട് മനസ്സിലായാലും ഞാൻ അതെനിക്ക് ഒരെണ്ണം ഉണ്ടാക്കിയിടും, ഇല്ലെങ്കിൽ എൻ്റെ ഡോട്ടറിലേക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം ഉണ്ടാക്കും. അപ്പം അവർ ഇട്ടുകൊണ്ട് വരുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെ ചെയ്യാമല്ലേ എന്ന് അവർക്ക് തോന്നണം. അപ്പം പിന്നെ അവർ അതിൽ നിന്ന് ക്രിയേറ്റീവ് ഒരു 10 ഉണ്ടാക്കി തരും. അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് ഒരു ഫാബ്രിക് വരുവാണെങ്കിൽ ഞാൻ ചിലപ്പം പറയും ഈ ഫാബ്രിക് വെച്ചൊരു 5 ഡിസൈൻ സ്കെച്ച് ചെയ്ത് തന്നെ കൊണ്ട് കാണിക്കാൻ പറയും. അപ്പോൾ അവർ സ്കെച്ച് ചെയ്യണം, നെറ്റിൽ നോക്കി എടുക്കാൻ പാടില്ല, ഫോണിൽ നോക്കി എടുക്കാൻ പാടില്ല, സ്വന്തമായിട്ട് മനസ്സിൽ നിന്ന് ഇട്ടിട്ട് ചെയ്യാൻ പറയും. അപ്പോൾ അത് അവർക്ക് ചെയ്യാതെ പറ്റില്ലല്ലോ, അപ്പോൾ അവർ ചെയ്തുകൊണ്ട് വരും. അത് നമ്മൾ പിന്നെ അത് പ്രോഡക്റ്റ് ആക്കും, അവരെ കൊണ്ട് തന്നെ പ്രോഡക്റ്റ് ആക്കാൻ പറയും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്കത് ഒരു പ്രാക്ടിക്കൽ സിസ്റ്റമാണ്. നമുക്ക് വിൽക്കാൻ കൗണ്ടറുണ്ട്, നമുക്ക് കസ്റ്റമറുണ്ട്, നമുക്കത് വിൽക്കുകയും ചെയ്യും. പക്ഷേ ഈ കുട്ടികൾ പെട്ടെന്ന് എക്സ്പീരിയൻസ്ഡ് ആവും. ഒരിക്കലും ഈവൻ ഏത് ഫാഷൻ ഡിസൈൻ സ്കൂളിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിലും ഫാബ്രിക്കിൻ്റെ സ്വാച്ചൊക്കെ അന്വേഷിച്ച് കടവഴി വരും നമ്മുടെ. എന്ന് വെച്ചാൽ ഒരു ഫാബ്രിക്കിൻ്റെ ഒരു ഇച്ചിരിയുള്ള കഷ്ണം സ്വാച്ചൊക്കെ കാണിച്ചാണ് അത് പഠിക്കുന്നത്. ഇവിടെ എന്താണ് ഫാബ്രിക് കംപ്ലീറ്റ്ലി 1,000 rupees per മീറ്റർ ഉള്ളതും 2,000 ഉള്ളതൊക്കെ മുറിച്ചിട്ട് ലെഹങ്ക ടോപ്പ് ഉണ്ടാക്കുന്നത് ഞാൻ അലൗ ചെയ്തേക്കുക. മനസ്സിലായി. ബിക്കോസ് അത് ഉണ്ടാക്കിയാൽ നമുക്കത് വിൽക്കാമെന്ന് എനിക്ക് ഷോർട്ടാണ്. നമുക്കത് വിൽക്കാനുള്ള
വാങ്ങിക്കാനുള്ള കസ്റ്റമറുണ്ട്. അതുകൊണ്ട് കുട്ടികൾ അവർ തന്നെ അത് പഠിച്ച് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നതും. ഒത്തിരി പേര് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് തന്നെ പുറത്ത് പോയി അവർ ഓൺലൈൻ ചെയ്യുകയും അങ്ങനെയൊക്കെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ളവരുണ്ട്. ഇപ്പോഴും ഒത്തിരി നല്ല ഡിസൈനേഴ്സ് നമ്മുടെ എന്നാ പറയുന്നത്, ഞങ്ങളുടെ ഫാഷൻ സ്കൂളിൽ നിന്ന്, മിലൻ്റെ സ്കൂൾ ഓഫ് ഫാഷനിൽ നിന്ന് പഠിച്ച് ഗ്രാജുവേറ്റായി പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കടകൾ ഇട്ടിട്ടുള്ളവർ ഒത്തിരി പേരുണ്ട്. ഇവിടുന്ന് തന്നെ പോയിട്ട് കടയിട്ടിട്ടുള്ള പലരും അതിലൊന്നും എനിക്ക് പരാതിയില്ല, നോ പ്രോബ്ലം. പക്ഷേ അത് നമുക്ക് എന്നാ പറയുന്നത്, നമ്മുടെ ഒരു എത്തിക്സ് വിട്ട് ഞാനും ഒരിക്കലും ചെയ്യാറില്ല. അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാതെ കുറച്ച് ഗ്രാജുവലി ഇത് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ദൈവം തരുന്ന ഒരു ബ്ലെസ്സിങ് ഉണ്ട്. അതെ. ആ ബ്ലെസ്സിങ് നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചാൽ, നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അതങ്ങനെ വളരും. അതല്ലാതെയാണ് ഒരു എന്നാ പറയുന്ന ഒരു വൈരാഗ്യത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ദേഷ്യത്തോടു കൂടിയാണ് അത് ഉപയോഗിച്ച് ഇനിയിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അത് ആ മേളിൽ കൊടുത്തേക്കുന്ന ക്രിയേറ്റിവിറ്റി മാറാനും അധികം താമസം വേണ്ട അല്ലേ അതിന്. അപ്പോൾ അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എത്ര പേര് വന്ന് പഠിച്ചു പോയാലും മിലൻ ഈസ് സ്റ്റിൽ മൂവിങ് ഓൺ. അപ്പോൾ അതുപോലെ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഒരു എല്ലാവർക്കും ഉണ്ട്, നമ്മൾ പൈസയ്ക്ക് വേണ്ടി ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരറ്റം എത്തത്തില്ല നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലിലോട്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളോട് ഞാൻ വിചാരിക്കുന്ന ഒരു ലോകത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് ബി ഫോർ മണി. നമ്മൾ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൈസ വരും, അതിൻ്റെ പുറകിൽ ഹാർഡ് വർക്ക് ഉണ്ട്, നമ്മുടെ കഴിവുണ്ട്, ലക്കുണ്ട്, ഇതെല്ലാം കൂടി ഉണ്ട്. അതുപോലെ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ ഇന്ന കാര്യം എന്നെക്കുറിച്ച് പറയണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇപ്പം എനിക്ക് ഇച്ചിരി പ്രായമുള്ള ഒരാളോട് സംസാരിച്ചപ്പം എന്നോട് അപ്പച്ചൻ പറഞ്ഞ കാര്യമാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു സ്നേഹമുള്ള അപ്പച്ചനാണ് എന്ന് മക്കൾ പറയണം എന്നുള്ളത്. ഇപ്പം ബിസിനസ്സുകാരോട് ചോദിച്ചാൽ വേറെ കാര്യങ്ങളായിരിക്കും പറയാം. ഇപ്പം ഞാൻ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഒരിക്കൽ അയാൾ പറഞ്ഞു, ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു പ്രോഡക്റ്റ് ആയിരിക്കണം എൻ്റെ ലെഗസി എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഈ ആൾക്കൊരു പേറ്റൻ്റൊക്കെ കിട്ടി. അതുപോലെ ഞാൻ ഇത്രയും ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ഞാൻ ചോദിക്കുക, ഒരു ലെഗസി, ശരിക്കും ഒരു ലെഗസിയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, പക്ഷെ ആളുകൾ എന്തോർക്കാനാണ് ആഗ്രഹം? ഷേർലി റെജിമോൻ എന്ന് പറയുന്ന മിലൻ്റെ ഓണറെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യം, നല്ലൊരു അമ്മയായിരുന്നു എന്ന് മക്കൾ പറയണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഫാമിലി കഴിഞ്ഞിട്ടേ നമുക്ക് ബിസിനസ് ഉള്ളല്ലോ. നമ്മൾ ബിസിനസ് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഫാമിലി, കൊച്ചുമക്കളും മക്കളും മരുമക്കളും ഒക്കെ ഉള്ള വീട്ടിലേക്കല്ല തിരിച്ചു ചെല്ലുന്നത്. നല്ലൊരു അമ്മയായിരുന്നു എന്ന് പറയിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ അൾട്ടിമേറ്റ് ആഗ്രഹം. ദെൻ ബിസിനസ്സിൽ അറിയാമല്ലോ, ഇപ്പം തന്നെ ഞാൻ ഐ എം റെഡി ടു ഗോ. ബിക്കോസ് ഞാൻ എനിക്കായിട്ട് ചെയ്തു വെച്ചാൽ എന്നാൽ ചെയ്യാൻ പറ്റിയ അതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും നമുക്ക് മുന്നോട്ട് ഒത്തിരി ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതുവരെയും കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡാണ്. ബിക്കോസ് അന്ന് പറഞ്ഞ പോലെ ഞാൻ 1991 കല്യാണം കഴിഞ്ഞു, വീട്ടിൽ വന്നു. 2010 നമ്മളൊരു സ്റ്റോർ 1997 എന്തോ ഞാൻ കൂത്താട്ടുകുളം സ്റ്റോറിൽ കയറി. 97 5-6 വർഷം കുട്ടികളെ വളർത്ത്. അന്ന് മുതൽ ഞാൻ അവിടുത്തെ ബിസിനസ്സിലുണ്ട്. ഹസ്ബൻഡിന് 100% എന്ന് പറയുന്ന പോലെ ഞാൻ കൂടെ നിന്ന് വർക്ക് ചെയ്താണ് ഞങ്ങളിവിടെ വരെ എത്തിയത്. നിറയെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഭയങ്കര വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് ഹാർഡ് വർക്കായിരുന്നു, ഭയങ്കര ഹാർഡ് വർക്കാണ്. നമുക്ക് ടേഡിയസ് ആയിട്ടുള്ള ജേർണീസ്, ദെൻ എന്നാ പറയുക, സോഴ്സിങ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാടാണ്. നമ്മൾ ആദ്യം മുതൽ നമുക്കൊന്നും അറിയില്ല, അങ്ങനെ നമ്മൾ ചെയ്തിട്ടാണ് നമ്മളിവിടെ വരെ എത്തിയത്. ഇപ്പോഴത്തെ കുട്ടികൾ, ഇപ്പോഴത്തെ ജനറേഷൻ ചെയ്യുന്നത് ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ സ്മാർട്ട് വർക്ക് അല്ലേ. അപ്പോൾ ആ സ്മാർട്ട് വർക്കിൽ കുറച്ച് അവർക്ക് ഫിസിക്കൽ സ്ട്രെയിൻ കുറവാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഫിസിക്കലി ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു ഈ യാത്ര എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നാലും കുറച്ചും കൂടെ നമ്മൾ ഇപ്പോഴും ഇച്ചിരി റിലാക്സ് ആയിട്ടൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ലെഗസി എനിക്ക് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ബിസിനസ് വുമണായിട്ട് മരിക്കുക എന്നതിൽ ഉപരി നല്ലൊരു അമ്മയും കൂടി ആയിരുന്നു എന്ന് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് പറയണം, എൻ്റെ നല്ലൊരു ഭാര്യയായിരുന്നു കൂടെ പറയണം അത് പറഞ്ഞ് കേട്ടിട്ട് വേണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതവർ പറയണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ മരിക്കുന്നതിനെക്കുറിച്ചൊന്നും ഇപ്പം ഞാൻ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ സബ്ജക്റ്റ് വേണേൽ മാറ്റാം. സൈൻഡ് ബൈ മിലൻ ഇനി കിട്ടാനിരിക്കുന്ന സമയത്താണ് അതില്ല, എപ്പോൾ വേണേൽ വരാം. പക്ഷേ എന്തൊരു മാർക്ക് ചെയ്ത് പോകണമെന്ന് ചോദിച്ചാൽ എന്ത് മാർക്ക് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അതുപോലെ ഇപ്പം ഒരുപാട് പേര് ബിസിനസ്സിലേക്ക്, കോവിഡിൻ്റെ ഒരു പ്രത്യേകതയാണ്, എവ്രി വൺ തിങ്സ് ദേ ക്യാൻ ബി എ ബിസിനസ് മാൻ ഓർ വുമൺ. എന്തായാലും അങ്ങനെ ഒരുപാട് പേര് ബിസിനസ്സിലേക്ക് വരുന്നു. ഒരുപാട് ബിസിനസ്സുകൾ പൂട്ടിപ്പോവാറുണ്ട്. ഇപ്പം 5 വർഷം വരെ പിടിച്ച് നിൽക്കണം എന്ന് പറയുന്ന ആ ഒരു പീരീഡ് പോലും പലർക്കും താങ്ങാനായിട്ട് പറ്റാറില്ല. യങ് ആയിട്ടുള്ള ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എംപയർ ബിൽഡ് ചെയ്ത ഒരാൾ എന്ത് പറയും? അതിനുള്ള കുറച്ച് പോയിന്റ്സ് ചോദിച്ചാൽ. ആക്ച്വലി നമ്മളുടെ ഒരു
ഓൺട്രപ്രണർക്ക് വേണ്ട ഒരു ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ സ്വപ്നങ്ങൾ കാണണം അല്ലേ. വി ഷുഡ് ഡ്രീം. ഭയങ്കര വലിയ കാര്യങ്ങളാണ് ഡ്രീം ചെയ്യേണ്ടത്, വലിയ കാര്യങ്ങൾ. നമുക്ക് സ്വപ്നം കാണാൻ ലിമിറ്റ് ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ഡ്രീം ബിഗ്, അത് തന്നെയാണ് ഫസ്റ്റ് വൺ. ദെൻ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പോൾ അതങ്ങ് മാറ്റി നമുക്ക് സ്മാർട്ട് വർക്ക് എന്നാക്കാം. യു ഡു സ്മാർട്ട് വർക്ക് ആഫ്റ്റർ ഡ്രീമിങ്. ഓക്കെ. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് രണ്ട് വർക്ക് ചെയ്തു, ഇതൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ ഭയങ്കര സംഭവമായെന്ന് തോന്നരുത്. ബി ഹമ്പിൾ, വെരി ഹമ്പിൾ. നമ്മൾ ഹമ്പിളായിട്ട് ആ വർക്ക് ചെയ്യണം. വളരെ സൈലൻ്റായിട്ട് നമുക്കത് ഹമ്പിളായിട്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ വീവേഴ്സ്, എൻ്റെ സപ്ലയേഴ്സ്, അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജോലിക്കാർ, ഈവൻ എനിക്ക് എൻ്റെ സ്വീപ്പർ മുതൽ എൻ്റെ മാനേജർ പോലും ഒരേ ഡെസിഗ്നേഷനിൽ എൻ്റെ മനസ്സിൽ. ആ ഡെസിഗ്നേഷനാണ് ഞാൻ. എൻ്റെ സ്വീപ്പർ ഇല്ലെങ്കിൽ അവിടെ ക്ലീനിങ് നടക്കില്ല അല്ലേ എന്നുള്ള ആ ഒരു ഹമ്പിൾനെസ് നമുക്കുണ്ടാവണം. ദെൻ ഫോർത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹമ്പിളായിരിക്കണം, വർക്ക് ചെയ്യണം, നമ്മളിതെല്ലാം ചെയ്യണം. പക്ഷെ നമ്മളുടെ കൂടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ, നമ്മളെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ഒരു പോസിറ്റീവ് തിങ്കിങ് ഉള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കൂടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളുടെ ട്രാക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പോസിറ്റീവ് തിങ്കിങ് അല്ലാതെ നെഗറ്റീവ് പറയുന്ന ഒരാളാണെങ്കിൽ നമ്മളുടെ മൈൻഡ് ഒരു ഓൺട്രപ്രണർ ആവാനായിട്ട് ഇച്ചിരി പ്രയാസമാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ മാറ്റണം. നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് നമ്മൾ മാറ്റണം. അപ്പം സറൗണ്ട് യുവർ സെൽഫ് വിത്ത് സംബഡി ഹു ഈസ് ഹാവിങ് ദ പോസിറ്റീവ് തിങ്കിങ്. അതും കൂടെ നമുക്ക് ഒരു 4 പോയിൻ്റായിട്ട് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ള കാര്യം. ഇപ്പം വളർച്ചയിൽ ഞാൻ പറഞ്ഞ പോലെ വളർച്ച കാണുന്ന ഒരുപാട് പേരുണ്ട്. അതിൻ്റെ ഇടയിൽ തളർന്നു പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവർ കുറവാണ്. നിർത്തിയാലോ എന്ന് വിചാരിച്ച പോയിന്റുകളുണ്ടോ എന്ന് ചോദിക്കുന്നവർ കുറവാണ്. എല്ലാവരും എപ്പോഴും അറ്റം എത്തിക്കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് കാണുക. അപ്പം ഈ ഒരു യാത്രയുടെ ഇടയിൽ പറ്റിയിട്ടുള്ള ചിലത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഡിസിഷൻസ് അങ്ങനത്തെയൊക്കെ ഉണ്ടായിട്ട് ഡിസിഷൻസൊക്കെ അങ്ങനെ നമ്മൾ പറ്റിയത് വേണ്ടായിരുന്നു, ചെയ്യേണ്ടായിരുന്നു എന്ന് ഓർക്കും ചിലപ്പം. പക്ഷെ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇന്നലെ. നിർത്താമായിരുന്നു, അല്ലെ ഇത് വേണോ ഇനി മുന്നോട്ട്, അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ബിക്കോസ് ഞാൻ അത്രയും നമുക്ക് ദൈവം ഇത്രയും വലിയ അനുഗ്രഹമല്ലേ തന്നെ. അതിനെ നമ്മൾക്ക് ബൂസ്റ്റ് ചെയ്യാനുള്ള മാർഗം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഒരിക്കലും നിർത്തുക എന്നുള്ളൊരു പോയിന്റിലൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ചില ഡിസിഷൻസ് ഇപ്പോൾ എല്ലാം ഞാനിപ്പോൾ പറയുന്നത് നമ്മളാരും ദൈവമല്ലല്ലോ. ഇപ്പോൾ സംഭവിക്കുന്നത് ബിസിനസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിസ്ക്കാണത്. നമ്മൾ എടുക്കുന്ന തീരുമാനം ചിലപ്പം തെറ്റാവാം. ഇപ്പം ചൈനയിൽ പോയിട്ടൊരു ഫുൾ കൺസൈൻമെൻറ്റ് ഒരു വർഷം ഞാൻ പോയിട്ടൊരു ഫുൾ കണ്ടെയ്നർ പ്രോഡക്റ്റ് കൊണ്ടുവന്നു. അതിൻ്റെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് കോവിഡ് വന്ന് കട അടച്ചത്. ഒരു ഫുൾ കണ്ടെയ്നറിലുള്ള പ്രോഡക്റ്റ് കംപ്ലീറ്റ് ഗോഡൗണിലായി പോയി ഒരു 1.5-2 മാസത്തോളം. സോ അതൊക്കെ നമുക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നി, ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കിയ കാര്യമാണ്. പക്ഷേ അത് ഞാൻ അതുകൊണ്ടാണ് മെയ്ഡ് ബൈ മെലൻ സംഭവിച്ചത്. ഞാൻ അതിനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുള്ളൂ. ആ പ്രോഡക്റ്റുകൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വർക്കേഴ്സിനെ നാട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് പൈസയും തരാം, വർക്കും തരാം, നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്തോളാൻ പറഞ്ഞത്. ആ പ്രോഡക്റ്റ് തീർക്കാൻ വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടാണ് ഇന്ന് മെയ്ഡ് ബൈ മെലൻ ഇവിടെ ഉള്ളത്. സോ നമ്മളുടെ നഷ്ടങ്ങളെല്ലാം പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ വരുന്ന പ്രോബ്ലംസിനെ എല്ലാം ഒരു പോസിറ്റീവ് വേയിൽ കൂടി തിങ്ക് ചെയ്താൽ അത് ഭയങ്കര പ്രയാസം ഉണ്ടാകുന്നൊരു കാര്യമില്ല. അതിന് തിങ്ക് ചെയ്യണം. അതാണ് അൾട്ടിമേറ്റ്ലി എന്ന് എനിക്ക് തോന്നുന്നത്. മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ വട്ടെവർ വി ലോസ്റ്റ്, ലെറ്റ് ഇറ്റ് ഗോ, അങ്ങനെ ചിന്തിക്കണം. അത് പോട്ടെ. രണ്ടാമത് നമുക്ക് ബാക്കി ഇത്രയെങ്കിലും നമ്മുടെ ഉണ്ടല്ലോ. വാട്ട് റിമൈൻസ്, വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് റിമൈൻസ്. രണ്ടാമത്തെ പോയിൻ്റ് അത് ആലോചിച്ചു. പിന്നെ തേർഡ് നമുക്ക് തിങ്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഞാനിനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നേ? എൻ്റെ പുതിയ സ്റ്റോർ വരുന്നു, എൻ്റെ ഓൺലൈൻ വരുന്നു. ഞാൻ തിങ്ക് ചെയ്യുന്ന ഭയങ്കര ഇമാജിനേഷനിലാണ്. മേ ബി ഇറ്റ് ക്യാൻ വർക്ക്, ഇറ്റ് ക്യാൻ നോട്ട് വർക്ക്, ബട്ട് സ്റ്റിൽ വി ക്യാൻ ഡ്രീം അല്ലേ. അപ്പോൾ നമുക്ക് പോയത് പോട്ടെ, ഇനി ഉള്ളത് കൊണ്ട് ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. ദെൻ ഇനി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്ക് ഒത്തിരി ചെയ്യാമല്ലോ. ഇതൊക്കെ ഓർത്താൽ മനസ്സമാധാനമായിട്ട് ജീവിക്കാം. മനസ്സമാധാനമായിട്ട് പീസ്ഫുള്ളായിട്ട് വി ക്യാൻ റൺ അവർ ബിസിനസ് ഓർ വട്ട് എവർ. അതുപോലെ എപ്പോഴും ഈ ഡിസൈൻസ് കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുള്ളൊരു കാര്യമാണ്, യു ഹാവ് എൻ ഐ ഫോർ നൈസ് തിങ്സ്. ഡ്രസ്സ് അങ്ങനെയാണ്. നമ്മൾ ഈ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട് വന്നതൊന്നുമല്ല. ഉള്ളിൽ നിന്ന് ഈ ക്രിയേറ്റിവിറ്റി വന്ന് അതിനെ വളർത്തിയെടുത്ത ഒരാളാണ്. അപ്പം സാരികളും ലെഹങ്കകളും വർക്ക് കാണുമ്പോൾ ഞാൻ വിചാരിക്കും, എന്തുകൊണ്ടാണ് ഓർണമെൻറ്റ്സും കൂടി ഇവിടെ ഇല്ലാത്തത്? ഷീ ക്യാൻ ഡു ഇറ്റ് ഈസിലി.
എന്തുകൊണ്ടാണ് ഓർണമെന്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓർണമെൻറ്റ്സ് ഡിസൈനിങ് ഉണ്ടോ, പക്ഷെ സമയം കിട്ടാൻ, നമ്മുടെ ഇതിന് തന്നെ നല്ല പണിയുണ്ടല്ലോ, അപ്പോൾ സമയം കിട്ടാറുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ ഇടയ്ക്ക് കുറച്ചൊക്കെ പലർക്കും കസ്റ്റം മെയ്ഡൊക്കെ ചെയ്ത് കൊടുത്തു വിടാറുണ്ട് ഇങ്ങനെ ബ്രൈഡ്സിനെ. പക്ഷെ നമ്മുടെ പുതിയ സ്റ്റോറിൽ വി ആർ പ്ലാനിങ് ഓർണമെൻറ്റ്സും കൂടെ കയറ്റിയാലോ എന്ന് പ്ലാൻ ചെയ്യുവാണ്. മേ ബി ഒരു 1 വീക്കിനുള്ളിൽ ഞങ്ങളുടെ ഡിസിഷൻ ഉണ്ടാവും. അതായത് ഒരു വെറുതെ ഒരു കടയല്ല, Yeah. എല്ലാം കൂടി തികഞ്ഞ അല്ല, ഞാൻ പറഞ്ഞല്ലോ വെറുതെ ഒരു കടയേ അല്ല. അതൊരു സ്പെഷ്യൽ കടയായിരിക്കും. കേരളത്തിലെ ആൾക്കാർക്കുള്ളൊരു ഭയങ്കര ട്രീറ്റാണത്. മില്ലനെ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് കേരളത്തിലെ ആൾക്കാർക്കുള്ളൊരു ട്രീറ്റ് പോലെയാണ് ആ ബിൽഡിംഗ് മുതൽ ആ ബിസിനസ്സിൻ്റെ എല്ലാ ഓരോ ഈച്ച് ആൻഡ് എവരി നുക്ക് ആൻഡ് കോർണർ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ആണ്. യെസ്. Where do you see yourself in 5 years? I am very successful in this 5 years, and I became a grandmother of 3 beautiful children. അതൊക്കെ എൻ്റെ ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഇനി എന്താണ് കാണാൻ പോകുന്നത്? ഏറ്റവും അടുത്ത് പ്രതീക്ഷിക്കേണ്ടത്, ഇത് തുറന്നു കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തിൽ എത്ര കടകൾ കാണും? No, never. I will work on next 5 years. I will work on the online and for the new store. എല്ലാവരും ബിസിനസ്സിലൂടെ അവർ ചെയ്യുന്ന പ്രവർത്തികളിലൂടെ കൊടുക്കുന്ന ഒരു കൾച്ചർ ഉണ്ടാവും. മിലൻ എന്ത് കൾച്ചറാണ് പോർട്രേ ചെയ്യുന്നത്? എന്താണ് മിലൻ പുറത്തോട്ട് കൊടുക്കുന്നത്? മില്ലൻ്റേതായ ഒരു കൾച്ചറുണ്ട്, അത് 100% ഷുവറാണ്. അത് ഞാൻ അങ്ങനെ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തൊരു കൾച്ചറല്ല. ആക്ച്വലി അതും സംഭവിച്ചതാണ്, അതും ഉണ്ടായി വന്നത്. നമ്മുടെ കൾച്ചറിൽ നമ്മൾ ആക്ച്വലി ഭയങ്കര ലൗഡായിട്ടുള്ള ഭയങ്കര ഫാഷനോ അങ്ങനെയൊന്നുമല്ല. ഭയങ്കര സഫോസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാഷൻ അല്ലെങ്കിൽ ഒരു ഡിസൈൻസൊക്കെ നമ്മളുടെ മലയാളികൾക്ക് ഇണങ്ങുന്ന, അല്ല നോർത്ത് ഇന്ത്യൻസ് ഇടുന്ന ഡ്രസ്സല്ലാതെ, അല്ല ഇപ്പം ഡൽഹിയിലൊക്കെ ചെന്നാൽ കാണുന്ന ബ്ലിങ് ബ്ലിങ് അല്ലാതെ നമുക്ക് നമ്മുടേതായ ഒരു കൾച്ചർ വേണം, അല്ലെ നമ്മുടേതായ ഇടുന്നൊരു ഡ്രസ്സിങ് കോൺസെപ്റ്റ് തന്നെ മാറണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ പ്രോഡക്റ്റും ഡിസൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓരോ മെറ്റീരിയൽ ഓർഡർ ചെയ്യുമ്പോൾ അതിനകത്ത് വരുത്തുന്ന ചേഞ്ചുകളൊക്കെ അത് ഓർത്തിട്ടാണ്. ആ ഒരു ലൈറ്റ് സോഫ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ലൈറ്റ് പേസ്റ്റൽസ്, കാഞ്ചീപുരത്തിലൊക്കെ പേസ്റ്റൽ കളർ ഫസ്റ്റ് ടൈം കേരളത്തിൽ വരുന്നത് നമ്മൾ മില്ലനാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊക്കെ കൊണ്ടുവന്നതിൻ്റെ തന്നെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മില്ലൻ്റെ കൾച്ചർ അങ്ങനത്തെ ഒരു കൾച്ചറാണ്. ഞാനൊരു സെൻട്രൽ ട്രാവൻകൂറുകാരിയാണ്. അപ്പം ഞങ്ങളുടെയൊക്കെ ഒരു ഡ്രസ്സിങ് സെൻസ് തന്നെ ഒരു ഓഫ് വൈറ്റിൽ തുടങ്ങുന്നൊരു ഡ്രസ്സിങ് സെൻസായിരുന്നു. അപ്പം ആ ഒരു കൾച്ചറിലേക്ക് നമ്മൾക്ക് മില്ലനെ കൊണ്ടുവരാൻ പറ്റണം എന്നായിരുന്നു. ഈവൻ നമ്മൾ ഇതിനെക്കുറിച്ച് ഫാഷനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു കൾച്ചറിലേക്ക് എനിക്ക് മില്ലനെ കൊണ്ടുവരാൻ പറ്റി. നമുക്ക് വരുന്ന കസ്റ്റമേഴ്സും അങ്ങനത്തെ, നമ്മളുടെ കസ്റ്റമേഴ്സും അങ്ങനെ ഇഷ്ടപ്പെടുന്ന കുറേ കസ്റ്റമേഴ്സാണ് നമുക്കും വരുന്നത്. അവരിത്ര ലൗഡായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടല്ല വരുന്നത്, പ്രോഡക്റ്റ് കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ടല്ല വരുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് വി ക്യാൻ അറേഞ്ച്, ബട്ട് എനിക്ക് അത് വിൽക്കാനും പറ്റും. പക്ഷേ അങ്ങനത്തെ അല്ല നമ്മളുടെ ഒരു കൾച്ചറ്. ഞാൻ മില്ലൻ്റെ ഒരു വേറെ രീതിയിലൊരു കൾച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി ബഹളം ഉണ്ടാകാതെ ഭയങ്കര ഇത് എന്നാ പറയുന്നത്, ഞാൻ എന്തോ സംഭവമാണ്, ഞാൻ എന്തോ ചെയ്യുന്നു എന്നൊന്നും കാണിക്കാതെ സൈലൻ്റായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ്. അതുപോലെ ഇപ്പോൾ ഒരുപാട് ആളുകളും സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഞാൻ സസ്റ്റൈനബിലിറ്റി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കുറച്ച് ഇപ്പം ഒരു ഡ്രസ്സ് റീലുകളിൽ കാണുന്നതാണ്, 2000 രൂപയുടെ ഒരു ടോപ്പ് ആയിക്കോട്ടെ, അതും ഒരു 200 രൂപയുടെ ടോപ്പും കണ്ടിട്ടുണ്ടെങ്കിൽ 200 രൂപയുടെ 10 എണ്ണം മേടിക്കാമല്ലോ എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഞാൻ ആ 2000 രൂപയുടെ മേടിച്ചിട്ട് ഒരു 200 തവണ ഇടാമല്ലോ എന്ന് ആലോചിക്കുന്ന ഒരാളാണ്. അപ്പം ഈ സസ്റ്റൈനബിലിറ്റിയും മിലനും ഒരുമിച്ച് പോകുന്നൊരു 100% ആണല്ലോ. ഞങ്ങൾ ക്വാളിറ്റി, ഞാൻ എപ്പോഴും പറയും, ഞാൻ ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലാണ് വിശ്വസിക്കുന്നത്. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മാസ് സെയിൽ ആണ്. ക്വാളിറ്റി എന്ന് പറയുന്നത് മാസ് അല്ല. പക്ഷെ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അത് 100% ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് ലവ് ചെയ്യണം. പ്രോഡക്റ്റ് ലവ് ചെയ്തിട്ട് പിന്നെ ഉടുക്കാൻ തോന്നണം. മില്ലനിലെ സാരി റാക്കിൽ ഇങ്ങനെ പല സാരികൾ കാണുമല്ലോ പല കടകളിൽ, അതിൽ കൈ ചെല്ലുമ്പോൾ മില്ലനിലെ സാരി എടുത്ത് ഉടുക്കാൻ തോന്നണം. ആ കൈൻഡ് ഓഫ് സാരി, അതിൻ്റെ ടച്ച് ആൻഡ് ഫീൽ, അതിൻ്റെ ഫോൾ, സാരിയുടെ കളർ കോമ്പിനേഷൻ എല്ലാം ഒരു മില്ലൻ ടച്ച് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ സാരി സംസാരിക്കുന്നത്. കല്യാണത്തിന് പല സാരികളോട് തയ്ക്കുമ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് പലരും വന്ന് ഇത് മില്ലനിലെ സാരിയാണോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കണമെങ്കിൽ മില്ലനിലെ സാരിക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. സോ അത് നമ്മൾ കളയാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. അതുപോലെ ഇപ്പം ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പണ്ട് തൊട്ടേ അത് ഫോളോ ചെയ്തുകൊണ്ടാണ് ആദ്യം പറഞ്ഞ പോലത്തെ കൗളിനൊക്കെ കണ്ടുപിടിക്കുക. അതായത് ആ സമയത്ത് കൗളിനൊക്കെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ
നല്ല ഒന്നാന്തരമായിട്ട് കാഴ്ചകൾ കാണുന്നു ചിന്തിക്കുന്ന ഒരാളായിരിക്കണം. അപ്പം ട്രെൻഡ്സ് ഫോളോ ചെയ്യുന്നതിൽ ചിലത് കണ്ടു കഴിയുമ്പോൾ ഇതൊന്ന് അവസാനിപ്പിച്ചായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു ട്രെൻഡ് കണ്ടിട്ടുണ്ടോ? ആക്ച്വലി ട്രെൻഡ് ഫോളോ ചെയ്യുന്നില്ലല്ലോ. ഞാൻ ലാസ്റ്റ് ഞങ്ങളുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് അൺഫോളോ ദ ട്രെൻഡ്സ് എന്നായിരുന്നു. സോറി, അൺഫോളോ ദ ട്രെൻഡ്സ് എന്നായിരുന്നു നമ്മുടെ ഇത്. എന്തിനാണ് ട്രെൻഡ് ഫോളോ ചെയ്യുന്നത്? ഇഫ് യു ആർ എ ക്രിയേറ്റർ വി ക്യാൻ മേക്ക് ട്രെൻഡ്സ് അല്ലേ. ഞങ്ങൾ ട്രെൻഡ് സെറ്റേഴ്സാണ്. സോ വി ഡോണ്ട് ഫോളോ ദ ട്രെൻഡ്സ്. ഈ ട്രെൻഡ്സ് പോകുന്നത് കാണുമ്പോൾ മറ്റുള്ള ഞാൻ ചോദിച്ച ചോദ്യം എൻ്റെ ഫ്രേസിങ് തെറ്റുപോയി. നമ്മൾ വേറെ ട്രെൻഡുകൾ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ബെൽ ബോട്ടം പാൻസ് തിരിച്ചു വരുന്നു പോകുന്നു, എനിക്കത് പണ്ടും എനിക്കത് കാണരുത്. അതുപോലെ ഭയങ്കര ബ്ലിങ് 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 ഇത് കണ്ടു കഴിയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ? ഞാൻ പേസ്റ്റൽസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതിൻ്റെ ആയിരിക്കും. അപ്പോൾ അതിന് കണ്ടു കഴിയുമ്പോൾ അങ്ങനെ ചില സാധനങ്ങൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എന്തിനാണ് ഇപ്പം ചില പഫ് ബ്ലൗസുകൾ കണ്ടു കഴിയുമ്പോൾ ഇവിടെ മാത്രം പഫ് വന്നിട്ടുള്ളത് എനിക്ക് പേഴ്സണലി എനിക്കത് അരോചകമാണ്, എനിക്കത് ഇഷ്ടമില്ല, അതെൻ്റെ പേഴ്സണൽ ചോയ്സാണ്. അതുപോലെ ചിലത് കണ്ടു കഴിയുമ്പോൾ ബിക്കോസ് യു ആർ എ ക്രിയേറ്റർ ചിലത് കണ്ടു കഴിയുമ്പോൾ ഇതൊരു ട്രെൻഡാണോ, ഇത് വേണോ, ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ആക്ച്വലി മില്ലൻ്റെ അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ഓണേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓരോ ഡിസൈനേഴ്സിൻ്റെ ഒരു കടയുടെ ഓണറുടെ അവരുടെ വിഷൻ അവരുടെ ഇഷ്ടങ്ങളുമാണ് ആ കടയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഞാൻ ആക്ച്വലി ഈ പറയുന്ന പോലെ ബ്ലിങ് ബ്ലിങ് ഒത്തിരി സാധനങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആളല്ല. അതേപോലെ നമുക്ക് കുറച്ച് ലിനൻസും കോട്ടൺസും അങ്ങനത്തെയൊക്കെ പ്രോഡക്റ്റുകളാണ് ഈവൻ ഞാൻ പേഴ്സണലി ഇടുന്ന. നമുക്ക് ക്യാഷ്വൽസ് ഇടുമ്പോൾ അങ്ങനെ ഇടുന്ന, പാർട്ടിക്ക് പോകുമ്പോൾ പാർട്ടിയുടേതായ രീതിയിൽ ഇടേണ്ട, അതായത് ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകളാണ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതും നമ്മുടെ എൻ്റെ ഷൂസിൽ നിന്നുകൊണ്ട്, അതായത് മില്ലിൻ്റെ ഷൂസിൽ നിന്നുകൊണ്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അതായത് അപ്പുറത്തെ കടയിൽ എന്താ വെക്കുന്നത് അത് തന്നെ ഇവിടെ വെക്കണം എന്നൊന്നും യാതൊരു നിർബന്ധവും എനിക്കില്ല. ഒരു നിർബന്ധവും ഇല്ല. അത് ഉണ്ടാവരുതെന്നാണ് എപ്പോഴും എൻ്റെ എയിം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മില്ലനിൽ വരുമ്പോൾ അപ്പുറേ കാണാത്ത ഒരു നല്ല പ്രോഡക്റ്റ് നമുക്കുണ്ടാവണം. അപ്പോൾ അത് സസ്റ്റൈനബിലിറ്റി എന്നുള്ള വാക്കിനേക്കാളുപരി പുതിയ പുതിയ ട്രെൻഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതല്ലേ ഫാഷൻ. ഓരോ മിനിറ്റും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ക്യാപ്ഷൻ തന്നെ അല്ലെ, ഞങ്ങളുടെ സ്ലോഗൻ തന്നെ ഫാഷൻ സിൻസ് നൗ എന്നുള്ളതാണ്. മില്ലൻ എന്ന് പറഞ്ഞാൽ ഫാഷൻ സിൻസ് നൗ. എന്തിനാണ് 1970 ഫാഷൻ എന്ന് പറയുന്നത്? ഞങ്ങൾ 100 years അല്ല 150 years പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഫാഷനുമായിട്ട് ഒരു ബന്ധവുമില്ല. അതെ, ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് പൈസ ഉണ്ടായി, നിങ്ങൾക്കുണ്ടല്ലോ അത് നിങ്ങൾ പൈസ ഉണ്ടാക്കി. അല്ലാതെ ഫാഷൻ നിങ്ങളിൽ എന്ത് റെവല്യൂഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ഇല്ല. ഫാഷൻ സിൻസ് നൗ. ഇന്ന് ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി സ്റ്റോറിൽ ചെന്ന് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ എൻ്റെ മുന്നിൽ മേ ബി ഒരു ഫാബ്രിക്കോ അല്ലെങ്കിൽ ഒരു ബട്ടൺ ആയാലും വന്നാൽ മതി. എനിക്ക് അതിൽ നിന്ന് പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് ദ ഫാഷൻ. അതാണ് മിലൻ ഉണ്ടാക്കുന്നത്, അതാണ് മിലൻ ചെയ്യുന്നതും മിലൻ ഇനി ചെയ്യാൻ പോകുന്നതും അത് തന്നെയാണ്. അതേ എനിക്ക് ചെയ്യാൻ അറിയാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഫാഷൻ സെൻസ് നൗ എന്നുള്ള വേർഡ് ഞാൻ ഈ പ്രാവശ്യം പറഞ്ഞു. റീബ്രാൻഡിങ് ഒന്നും വേണ്ട, ഫാഷൻ സെൻസ് നൗ തന്നെ പോകണമെന്ന് പറഞ്ഞു. അതല്ല എൻ്റെ കറക്റ്റ്. അങ്ങനെയാണ് മിലൻ പോകുന്നത്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അത്. അതുപോലെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഇപ്പം മിലനിൽ നമുക്ക് എല്ലാവർക്കും കേറ്റർ ചെയ്യണം. വരുന്ന ആളുകൾ പലതരം, ചിലർക്ക് പേസ്റ്റൽ സിസ്റ്റം, ചിലർക്ക് റെഡ്സ്, ബ്രൈറ്റ്സ്, അങ്ങനെ സോളിഡ്സ്, പ്രിൻസ്. പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുമ്പോൾ അത് സോളിഡ്സ് ആയിരിക്കുമോ, അതോ പ്രിൻസ് ആയിരിക്കുമോ, പേസ്റ്റൽസ് ആയിരിക്കുമോ, എങ്ങനെയാണ് പേഴ്സണൽ ഫേവറേറ്റ്? അത് ഡിപ്പെൻസ്. എനിക്ക് പ്രിൻസ് അങ്ങനെ ഭയങ്കര വലിയ താല്പര്യമുള്ള ആളല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ വല്ല ടൂറോ അങ്ങനെയൊക്കെ പോകുമ്പം ഫോട്ടോ എടുക്കുമ്പം പ്രിൻ്റ് വേണമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ആ പ്രിൻ്റ് എടുക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഏറ്റവും ബ്രൈറ്റ് സോളിഡ് കളേഴ്സ് ഇടും, ഡാർക്ക്. അതല്ലെങ്കിൽ ഞാനൊരു മീഡിയം പേസ്റ്റൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. തീരെ ലൈറ്റ് പേസ്റ്റൽ എനിക്കിഷ്ടമല്ല, മീഡിയം പേസ്റ്റൽ ഇടും. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഭംഗി തോന്നിക്കുന്ന പേസ്റ്റൽസ് അങ്ങനത്തെ ഇടും. എന്ന് വെച്ചാൽ എൻ്റെ കളറും എൻ്റെ പേഴ്സണാലിറ്റിയും വെച്ച് എനിക്ക് ചേരുന്ന പ്രോഡക്റ്റുകളെ ഞാൻ എടുക്കാറുള്ളൂ. കളർ വെച്ചിട്ടെല്ലാം പോവും, പേഴ്സണാലിറ്റി വെച്ചും പോവും. എന്താണ് പേഴ്സണാലിറ്റി വെച്ച് ചിലതൊന്നും പോവില്ല. അങ്ങനെ ഉണ്ടോ? കണ്ടിട്ടില്ല കേട്ടോ. മേ ബി അത് ഒരിക്കലും യൂസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. ഇനി എ ഡേ ഇൻ യുവർ ലൈഫ്, കാരണം ഇത്രയും തിരക്കുള്ള അമ്മയാണ്, അമ്മായിയമ്മയാണ്, അമ്മാമ്മയാണ്, ഓൺട്രപ്രണറാണ്, ഭാര്യയാണ്, എല്ലാമാണ്. അങ്ങനെ ഒരാളുടെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ്? ഡേ ഇൻ മൈ ലൈഫ് 7 മണിക്ക്, ഇപ്പം ഈ ലേറ്റസ്റ്റ് ഞാൻ പറയാം. രാവിലെ 7 o'clock ഞാൻ പള്ളിയിൽ പോവും, 7:30 തിരിച്ചു വരും. എൻ്റെതായ മീ ടൈം കുറച്ച് സമയം ഞാൻ ഇപ്പോൾ എടുക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് അന്നേരം ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിൽ പോകും, ചിലപ്പോൾ പുള്ളി എണീറ്റിട്ടുണ്ടാവില്ല ഞാൻ വരുമ്പം, അല്ലെങ്കിൽ ടോയ്ലറ്റിലായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റേതായ ഒരു സമയം എടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ടിരുന്ന് കുറേ ഫോണിൽ കൂടെ ഒക്കെ കുറച്ച് നോക്കി. എന്നു വെച്ചാൽ എനിക്കറിയാം വീട്ടിൽ വന്നാൽ എനിക്ക് സമയം കിട്ടത്തില്ല. അപ്പോൾ അവിടെ തന്നെ വണ്ടി ഇട്ടിട്ട് ഞാനിങ്ങനെ ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ശ്രദ്ധിക്കാതെ എൻ്റെ ഫോണിൽ കൂടെ ഒക്കെ കുറേ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കുറച്ച് നോക്കി.
ബിസിനസ് അല്ലാതെ അത് നോക്കി വീട്ടിൽ വരും. തന്നെ എൻ്റെ കൊച്ചുമോനുണ്ടെങ്കിൽ അവനെ അപ്പം ഒരു കല്ലൂരാണ് താമസിക്കുന്നത്, പക്ഷേ അവർ മിക്കവാറും വീട്ടിൽ ഉണ്ടാവും. അപ്പോൾ അവനെ കുറേ കളിപ്പിക്കും, അവൻ്റെ കൂടെ കുറച്ച് കളിക്കും. അത് കഴിഞ്ഞൊരു 9:30 കഴിയുമ്പോൾ ഞാൻ റെഡിയായി ഷോപ്പിൽ പോകും. ഷോപ്പിൽ പോയാൽ ഉച്ചവരെ ഷോപ്പിലിരുന്നിട്ട് എങ്ങനെയെങ്കിലും ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിൽ വരാൻ പറ്റുമോ എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ചിന്ത. എന്ന് വെച്ചാൽ അവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ മിക്കവാറും സമയം കിട്ടാറില്ല. അവിടെ തന്നെ ലഞ്ച് കഴിച്ച് വൈകുന്നേരം വരെ ഷോപ്പിൽ എനിക്ക് ഗോഡൗണിൽ പോകണം, യൂണിറ്റുകളിൽ പോകണം, മറ്റേ 2 സ്റ്റോറിൽ പോകണം, സമയം കിട്ടാറേയില്ല. അല്ലാതെ പുറത്തൊരു ഔട്ടിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. ഔട്ടിംഗ് പോകാനേ പറ്റില്ല. പിന്നെ വൈകിട്ട് ആഫ്റ്റർ 7:30 or 8 ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി ചിലപ്പം വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒരു ഗെറ്റ് ടുഗദർ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ കസിൻസ് എപ്പോഴും തന്നെ ഉണ്ട് വീട്ടിൽ. അങ്ങനെ ഉള്ള ഒരു യൂഷ്വൽ ലൈഫ്. പിന്നെ മോസ്റ്റ്ലി ഞാൻ ട്രാവലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ നാളെ കഴിഞ്ഞ് ഞാൻ ട്രാവലിംഗ്, ഒരാഴ്ചത്തേനൊക്കെ ട്രാവലിംഗ് ആയിരിക്കും. ഇപ്പോൾ ട്രാവലിങ്ങിൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾ ഡൽഹിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഏത് ട്രാവൽ പിടിച്ചാലും ആ വഴിയാണ് ഇപ്പോൾ ഫ്ലൈറ്റ് പോകാറ്. അവിടെ ഉണ്ടല്ലോ കാണാൻ, അവിടെ 2 പേരുണ്ടല്ലോ കാണാൻ. അപ്പോൾ ഡൽഹി വന്ന് റെസ്റ്റ് എടുക്കേണ്ടി വന്നാൽ ഞാൻ 2 ദിവസം അവിടെ വന്ന് റെസ്റ്റ് അവരുടെ കൂടെ നിന്ന് എടുത്തിട്ട് നെക്സ്റ്റ് ട്രിപ്പ് പോകും. അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മോനും മോളും ബിസിനസ്സിലുള്ളതുകൊണ്ട്, മരുമോളും ബിസിനസ്സിലുള്ളതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റുന്നത്. പണ്ട് എനിക്ക് തിങ്ക് ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരുള്ളത് കൊണ്ട് എനിക്ക് ഞാൻ ചെയ്യാം. കുറച്ച് സിബിയ, കുറച്ചൊക്കെ നിങ്ങളെല്ലാവരും കുറച്ചധികം കൊടുത്തോണ്ടിരിക്കുവാണ് ഞാനിപ്പം. മാറി മാറി അത് ഞങ്ങൾ കാണുന്നുണ്ട്. അല്ല മോന് പേരക്കുട്ടി അവനെ കടയിലൊക്കെ ഇപ്പൊ കൊണ്ടുവരുന്നൊക്കെ ഇല്ലേ, അതിൻ്റെ ഉള്ളിലോട്ട് ഓടി ഇറങ്ങുന്ന കഴിഞ്ഞ തവണ വന്നപ്പോൾ മുറി കയറുന്നു ഇറങ്ങുന്നു. അപ്പോൾ ഇത് ആരാന്ന് ചോദിച്ചു പറഞ്ഞു കൊടുത്തത്. അവൻ കഴിഞ്ഞ ദിവസം ചോദിക്കുന്നുണ്ട്, ഹാങ് ചെയ്തിട്ടേക്കുന്നത്, ശരി ഇത് നല്ലതല്ലേ ചേച്ചി, ഇത് നല്ലതല്ലേ ചേച്ചി. അപ്പം ഞാൻ പറഞ്ഞു ഓ കൊള്ളാം ഇവനെ പറ്റും, ഇവനെ ഞാൻ തന്നെ വളർത്താം, ഞാൻ തന്നെ ഉള്ളിലൂടെ കളി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് അവനെ ഇനി കട കൊണ്ടുപോയിക്കോളാം, പോട്ടെ അവൻ പഠിക്കട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആൻഡ് യുവർ സ്റ്റോറി ഇറ്റ്സ് നത്തിങ് ഷോർട്ട് ഓഫ് ഇൻസ്പിറേഷൻ കേട്ടോ. പുറത്ത് നോക്കുമ്പം നമുക്കങ്ങനെ വളരെ ഇൻസ്പിറേഷണലായിട്ട് തന്നെ തോന്നുന്നതാണ്. പക്ഷേ വാട്ട് ഇറ്റ് ഹാസൻ ചേഞ്ച്ഡ് ഇത്രയും നാളിനിടയിൽ. ഇതിന് മുന്നേ ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്, ആളുകളോട് ഇടപെട്ടിട്ടുണ്ട്. ഞാൻ മിലൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവിടെ കാണുന്നുണ്ട്, ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. സംതിങ് ദാറ്റ് ഇസ് സ്റ്റേഡ് ദ സെയിം ഇസ് യു ഹവ് ഓൾവേസ് ബീൻ ദി സെയിം, യു ഹവ് ഓൾവേസ് ബീൻ ഹംബിൾ കേട്ടോ. അത് അങ്ങനെ തന്നെ അന്ന് പെരുമാറിയ പോലെ തന്നെ ഇപ്പോഴും പെരുമാറുന്നത്. സോ വാട്ട് കീപ്സ് യു ഗ്രൗണ്ടഡ്? കാരണം ദർ ആർ ടൈംസ് വെൻ യു ക്യാൻ കിട്ടി കുറച്ച് ചിന്തിക്കാവുന്ന സമയങ്ങളിൽ പോലും യു ആർ ഗ്രൗണ്ടഡ്. അതെങ്ങനെ? ആക്ച്വലി എനിക്ക് ജനറ്റിക്കായിട്ട് കിട്ടിയതല്ലേ അത് അങ്ങനെയുള്ള സ്വഭാവം. അതിൽ നിന്ന് നമുക്ക് മാറുക എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യനല്ല എങ്കിലാണല്ലോ അല്ലേ. നമ്മൾക്കങ്ങനെ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ എൻ്റെ പേരൻസ് പഠിപ്പിച്ചിരിക്കുന്ന, എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉള്ള ഒരാൾ എന്നെക്കാട്ടിലും ഭയങ്കര ഗ്രൗണ്ടഡ് ഒരാളാണ്. അപ്പോൾ അതിന് മേലെ നമുക്കൊട്ടും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മേ ബി ഞങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ളത് കിട്ടിയതായിരിക്കാം. പിന്നെ തന്നെയല്ല നമ്മൾ എന്തിനാണ് ജാട കാണിക്കുന്നത്? എനിക്ക് എന്നെ ചിലപ്പം ചില ആൾക്കാരൊക്കെ കസ്റ്റമറൊക്കെ കടയിൽ വന്നിട്ട് പറയാറുണ്ട് ഇങ്ങനെ, അപ്പം മിണ്ടാൻ പേടിയാണ്, ഭയങ്കര ജാടയാണോ എന്നൊരു ടെൻഷനുണ്ടെന്നൊക്കെ. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് വർത്തമാനം പറയാൻ വന്നാൽ, അല്ലെങ്കിൽ എനിക്ക് വർത്തമാനം പറയാൻ പറ്റുവാണെങ്കിൽ സംസാരിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ. വളരെ നൈസായിട്ട് അവരെടുത്താലും എടുത്തില്ലെങ്കിലും ഞാൻ അവരോട് സംസാരിച്ചിട്ടേ വിടുള്ളൂ. ബിക്കോസ് എനിക്ക് അവരോട് ഇൻറ്ററാക്ട് ചെയ്യുന്നത് ഇഷ്ടമാണ്, ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് ദെൻ പക്ഷേ ചില സമയത്ത് അവർ നമ്മുടെ മുന്നിൽ കൂടെ പോയാലും എനിക്കവരെ ഞാൻ കാണത്തില്ല. എന്ന് വെച്ചാൽ എൻ്റെ തലയിൽ വേറെ എന്തെങ്കിലും വേറെ വല്ല ബോംബെയോ കൽക്കട്ടയോ ഒക്കെ ഓടിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പം നമുക്കവരെ കാണാൻ പറ്റത്തില്ല. അന്നേരം അവർ വിചാരിക്കും കണ്ടിട്ടൊന്നും മൈൻഡ് ചെയ്തില്ലല്ലോ എന്ന് പറയും. പക്ഷെ ഞാൻ അങ്ങനല്ല ആക്ച്വലി. അത് ശരിക്കും അങ്ങനത്തെ ഒരാളല്ല. അത് ഇപ്പം നമുക്ക് എല്ലാവരോടും അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാനും പറ്റത്തില്ലല്ലോ. സോ ഐ ഡു സിമ്പിൾ തിങ്സ്. ഐ ഡു എന്നാ പറയുന്നത്, നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും, നമുക്ക് എത്ര എന്തൊക്കെ ഉണ്ടെങ്കിലും, നമുക്ക് എന്ത് കഴിക്കാൻ പറ്റും രാവിലെ? 2 ഇഡ്ഡലി അതിൻ്റെ ചട്നി, അതിൽ കൂടുതൽ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് എൻ്റെ ഒരു ഈറ്റിംഗ് ഞാൻ പറഞ്ഞു കേട്ടോ. അതിന് മേലെ ചെയ്യാൻ പറ്റുമെന്ന് തിങ്ക് ചെയ്യുന്നവരാണ് ഇത്ര ഭയങ്കര ജാട കാണിക്കുന്നത്. അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇത്രയേ ഉള്ളൂ. ഒരു ശരിക്കും പറഞ്ഞ ഒരു ഇയർ പെയിനോ അല്ലെങ്കിൽ ഒരു നെക്ക് പെയിനോ ഒക്കെ വന്നാൽ മതി, ശരിയാ, അന്നത്തെ ദിവസം പോയി. അപ്പോൾ അന്നന്ന് കിട്ടുന്ന ഓരോ മൊമെൻറ്റിലും കിട്ടുന്ന അവസരം ഹമ്പിളായിട്ട്, സന്തോഷമായിട്ട്, സ്നേഹമായിട്ട്, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുവാണെങ്കിൽ, ഞാൻ എന്നും രാവിലെ പ്രാർത്ഥിക്കുന്ന കാര്യം ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ എനിക്ക് ഇത്രയും പൈസ കിട്ടണേ,
എനിക്കിന്ന് ഇത്രയും ബിസിനസ് ഉണ്ടാവണേന്നൊന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ല. എല്ലാം നോക്കാൻ ഒരാളുണ്ടെന്നുള്ളൊരു വിശ്വാസം. ദെൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം അതാണ്. അത് ആണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ആക്ച്വലി മിലൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങനെ എല്ലാവരോടും ഇടപെടുന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ആണ്. യെസ്. അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഒരേ ആളുകൾ വരുന്നു, അവരവരുടെ കസിൻസിനെ പറഞ്ഞു വിടുന്നു, വീട്ടുകാരെ കൊണ്ടുവരുന്നു, അങ്ങനെ വരില്ലല്ലോ. അതെ, തീർച്ചയായും. ഈ ലെഗസി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. ഡെലിഗേറ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മകനും മരുമകൾക്കും ഒക്കെ കൊടുക്കാൻ സാധിച്ച് കുറേ ഒരു പേരക്കുട്ടിയുടെ കൂടെ കളിക്കാനായിട്ട് സമയം എന്നിട്ട് വേണം എനിക്ക് പിള്ളേരുടെ ചില്ലിയ. അതെ. അതുകൂടാതെ പുതിയ ഞങ്ങളുടെ മനസ്സിൽ പല മിലനുണ്ട്. യെസ്. പല എല്ലാ അതിനി അടുത്ത ജനറേഷൻ വരുന്നുണ്ടല്ലോ. ഉണ്ടല്ലോ, ഡെലിഗേഷനിൽ എത്തിക്കഴിഞ്ഞിരിക്കണു. അവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ചെയ്തോളും. ഞാനുണ്ടല്ലോ, ഞാനിവിടെ ഉണ്ടല്ലോ. അപ്പോൾ ബാക്കിയൊക്കെ അവരിനിയും പ്ലാൻ ചെയ്ത് അവരുടെ ഇഷ്ടത്തിന് വേണ്ട വിടാൻ അവർ വരണം. അവരാണ് ഇനി ചെയ്യേണ്ടത്. നിർത്താൻ പോകുന്നതിന് മുന്നേ ഏറ്റവും പുതിയ കാര്യങ്ങൾ പറഞ്ഞ് പ്രതീക്ഷകൾ പറഞ്ഞ് നിർത്തണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. അതുകൊണ്ട് ഈ USA പോയ കാര്യം നമ്മൾ ഇത്തവണ പരസ്യം അവിടെ നിന്നാണല്ലോ എടുത്തത്, അവിടെ നിന്ന് തുടങ്ങാം. അപ്പം എന്തുകൊണ്ടാണ് USA ആ പരസ്യം എടുക്കാനായിട്ട് അതിൻ്റെ ഒരു പ്രചോദനമൊക്കെ എന്താ? ആക്ച്വലി ഞങ്ങൾ പല സ്ഥലങ്ങൾ ആലോചിച്ചു. പക്ഷെ ഞാൻ 2014 നമ്മുടെ മിലൻ തുടങ്ങുമ്പം US ഫാഷൻ ഷോ ചെയ്തിട്ടാണ് തുടങ്ങിയത്. ഷിക്കാഗോയിൽ മക്കോർമിക് പ്ലേസിൽ വെച്ച് നമ്മളൊരു ഫാഷൻ ഷോ ചെയ്തിരുന്നു. അന്നത്തെ കാലത്ത് അതൊരു സംഭവിക്കാൻ പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ അത് സംഭവിച്ചു. ഞങ്ങൾക്കൊരു വലിയൊരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൺവെൻഷൻ നമ്മൾ സ്പോൺസർ ചെയ്തു. അതൊക്കെ അതെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് സംഭവിച്ചതാണ്, നമ്മളായിട്ട് പ്ലാൻഡ് അല്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ് വന്ന് അങ്ങനെ ഓക്കെ പറഞ്ഞങ്ങ് സംഭവിച്ചു. പക്ഷെ അതൊക്കെ ഭയങ്കര നല്ല ഇമ്പാക്റ്റ് ആയിരുന്നു ഷോപ്പിന്. ഭയങ്കര നല്ല അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു. ഈ പ്രാവശ്യത്തെ ചെയ്യാനുള്ള മെയിൻ കാരണം ആക്ച്വലി വി ആർ എക്സ്പാൻഡിങ് ഗ്ലോബലി. ആസ് യു നോ, വി ആർ ലോഞ്ചിങ് അവർ വെബ്സൈറ്റ് സോൺ. സോ അങ്ങനെ വരുമ്പം കണക്റ്റ് ചെയ്യാനായിട്ട് അവിടെയുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ NRIs ആയിട്ടുള്ള ബാക്കി ഉള്ള കുട്ടികൾക്കും കണക്റ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു സ്ഥലം നമ്മുടെ ജയ്പൂരോ നമ്മുടെ കൽക്കട്ടയോ ഒന്നുമല്ല. ആക്ച്വലി അവർക്ക് വേൾഡിലെ തന്നെ നമ്പർ 1 സ്പേസ് ആയിട്ടുള്ള സ്ഥലങ്ങളായിട്ടുള്ള നമ്മുടെ ടൈം സ്ക്വയറും ബ്രൂക്ലിൻസ് ബ്രിഡ്ജും സ്വപ്ന സ്ഥലങ്ങളാണ് കുട്ടികളുടെയൊക്കെ. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞാൻ മോനുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവരും പറയുന്നത് എനിവേ വി ആർ സ്പെൻഡിങ് ഫോർ ഷൂട്ട് ആൻഡ് ഓൾ, സോ വിൽ ഡു ദാറ്റ്. പിന്നെ എല്ലാവർക്കും വിസ ഉണ്ട്, വിസ ഉള്ളവർ വേണം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു ക്രൂ ഞങ്ങൾ റെഡിയാക്കി പെട്ടെന്ന്. അങ്ങനെ നമുക്ക് അവിടെ വെച്ച് ചെയ്യാൻ പറ്റി. മെയിൻലി ഓൺലൈൻ ഗ്ലോബലി ഓൺലൈൻ ബിസിനസ് ഉണ്ടാവും. അപ്പം തന്നെ ആ ഒരു ഇമ്പാക്റ്റ് അതിലുണ്ടാവണം. കൂടിയാണ് ചെയ്തത്. പിന്നെ US ഷൂട്ട് ചെയ്യാന്നൊക്കെ പറയുന്ന മലയാളി ഒരു ബ്രാൻഡ് പോയി ചെയ്യണ്ടേ, വേണ്ടേ? നമ്മൾ ചെയ്യണം. അതിനുവേണ്ടി മിലൻ തന്നെ ചെയ്തേക്കാന്ന് വെച്ചു. പക്ഷേ ഇപ്പോൾ ഈ മെയ്ഡ് ബൈ മിലനും മാസ്റ്റർ പീസും എല്ലാം പോലെ തന്നെ നമ്മളൊരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിലോട്ടും കൂടെ വരുന്നുണ്ടോ? ഇല്ല, വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് നമ്മൾ ചെയ്യുന്നില്ല. ഇപ്പം തന്നെ നമ്മുടെ തന്നെ സിഗ്നേച്ചർ പീസസും ഇത് വേണം നമ്മുടെ ഷൂട്ടിലോട്ട് പോയാൽ. വെസ്റ്റേൺ, ഇൻഡോ വെസ്റ്റേൺ ഉണ്ട്, പ്യുവർലി വെസ്റ്റേൺ ചെയ്യുന്നില്ല. വെസ്റ്റേൺ ഭയങ്കര അതിൻ്റെ ഒന്നും ടൈലറിങ് ഒന്നും നമ്മളുടെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റണം. എന്നാലേ നമ്മുടെ ഒരു സിഗ്നേച്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ നമുക്ക് സോഴ്സ് ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ ചൈന അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റുകളാണ് അത് കൂടുതലും മാർക്കറ്റിൽ വിൽക്കുന്നത്. നമുക്കവിടെ അതിവിടെ തയ്ക്കണമെങ്കിൽ ആ ഫാബ്രിക് തന്നെ വെസ്റ്റേണിൻ്റെ കുറച്ച് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ മെഷീനറി ഒക്കെ ഡിഫറെൻറ്റാണ്. അതിനുള്ള ടൈലറിങ് അറിയാവുന്ന ആൾക്കാരും ഒക്കെ കേരളത്തിൽ കിട്ടാൻ പാടാം. വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്നൊക്കെ ചെയ്യിക്കാം. പക്ഷേ വെസ്റ്റേണിലേക്ക് എനിക്ക് വലിയ താല്പര്യമില്ല ചെയ്യാൻ. സിഗ്നേച്ചർ നമ്മുടെ പ്രോഡക്റ്റുകൾ തന്നെ നമ്മളിപ്പോൾ ചെയ്തു. അതിന് തന്നെ സമയം തികയുന്നില്ല. അപ്പോൾ പിന്നെ അത് തന്നെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ പുതിയ ഷോറൂം എവിടെയാണ് വരുന്നത്? നമ്മുടെ പുതിയ ഷോറൂം P2 ഷാ റോഡിലാണ് വരുന്നത്. P2 ഷാ റോഡ്. അതിലെന്തൊക്കെയാണുള്ളത്? അവിടെ നമ്മുടെ മിലൻ, ഇപ്പോൾ എക്സിസ്റ്റിംഗ് മിലനിലെ എല്ലാ പ്രോഡക്റ്റുകളും അവിടെ ഉണ്ടാവും. അതായത് സാരി, കാഞ്ചീപുരം, ബ്രൈഡൽ, ദെൻ ദ ഫാബ്രിക്സ് എല്ലാം അവിടെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ മെയ്ഡ് ബൈ മിലനിലും മാസ്റ്റർ പീസിലുമുള്ള പ്രോഡക്റ്റുകളുടെ നല്ലൊരു സെക്ഷനും ഈ നമ്മുടെ P2 ഷാ റോഡിൽ വരുന്ന പുതിയ ഷോപ്പിലുണ്ടാവും. നമ്മുടെ പുതിയ സ്റ്റോർ വരുന്നത് P2 ഷാ റോഡിലാണ്. അവിടെ MG റോഡിനോട് ചേർന്നുള്ള P2 പാരലൽ റോഡാണ്. അവിടെ നമ്മുടെ MG റോഡിൽ നിന്നാൽ തന്നെ കാണാൻ പറ്റും നമ്മുടെ P2 ഷാ റോഡിലുള്ള നമ്മുടെ സ്റ്റോർ. അവിടെ നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും അങ്ങോട്ട് വരുവാണ്. നമ്മുടെ മെയിൻ സ്റ്റോർ അതായിരിക്കും ഇനി. അപ്പം ആ സ്റ്റോറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മിലൻ ഡിസൈൻ എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് സ്റ്റോറിന് എല്ലാവിധ സപ്പോർട്ടും ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും നമ്മുടെ കസ്റ്റമേഴ്സ് തരണം. നമ്മളുടെ സ്വന്തം സ്റ്റോറായിട്ട് അതിനെ സ്വീകരിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.